ഈ മഹത്തായ പരിപാടിയുടെ സ്വാഗത ഭാഷണമാണ് നമുക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കുന്നത് ശ്രീമാൻ കെ എൻ ഭൂപേഷ്, സെക്രട്ടറി, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കണ്ണൂർ. ശ്രീമാൻ കെ എൻ ഭൂപേഷ് നമ്മുടെ സംഘടനയെ വളരെ കരുത്തുറ്റ രീതിയിൽ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രഗത്ഭ വ്യക്തിത്വമാണ്. ശ്രീമാൻ കെ എൻ ഭൂപേഷ് അവർകളെ ഹൃദയപൂർവ്വം സാദരം സഹർഷം സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളിവിടെ കൂടിച്ചേരുന്നത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി ഹോട്ടൽ ഉടമകൾക്കും തൊഴിലാളികൾക്കും സുരക്ഷാ പദ്ധതിയുടെ, കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി 3 ഉടമകളും ഒരു തൊഴിലാളിയും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ കുടുംബത്തിന് ധനസഹായം നൽകുക എന്നതോടൊപ്പം തന്നെ തലശ്ശേരി യൂണിറ്റിലെ വസന്ത് ചികിത്സാ സഹായ ഫണ്ടും, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ മുസ്തഫ സാർക്ക് ഒരു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം 3 പതിറ്റാണ്ട് കാലം കണ്ണൂർ ജില്ലയിലെ ഹോട്ടൽ ഉടമകളുമായിട്ട് ഒരുമിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് ഒക്കെ പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിച്ച മുസ്തഫ സാറെ ആദരിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ യാത്രയപ്പ് ചടങ്ങ് കൂടിയാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മൾ നേരിടുന്ന 1-2 പ്രശ്നങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഇവിടെയുള്ള നമ്മുടെ അംഗങ്ങൾക്ക്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മേഖലയിലുള്ള അംഗങ്ങൾക്ക് ഒരു കുടുംബസഹായ പെൻഷനോ മറ്റോ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാനത്ത് തന്നെ സംഘടിപ്പിച്ച ഒരു ബൃഹത്തായ പദ്ധതിയാണ് കേരള ഹോട്ടൽ കുടുംബ സുരക്ഷാ പദ്ധതി. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ധനസഹായ നിധി നമ്മൾ രൂപീകരിക്കുകയും ആ നിധിയിൽ നിന്ന് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോകുന്ന അംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ ഇന്ന് 4 കുടുംബാംഗങ്ങൾക്ക് അതിന്റെ ധനസഹായം നൽകിക്കൊണ്ട് നിർവഹിക്കപ്പെടുന്നത്. ഞാൻ കൂടുതൽ നിർവഹിപ്പിക്കുന്നില്ല, ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ഈ യോഗത്തിന് ഇവിടെ എത്തിച്ചേർന്നുള്ള മുഴുവൻ ഹോട്ടൽ ഉടമകളെയും ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികളെയൊക്കെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം കണ്ണൂർ ജില്ലയുടെ അമരക്കാരനും കണ്ണൂർ ജില്ലയുടെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായ ശ്രീ അച്ചുവേട്ടൻ, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ അച്ചുവേട്ടനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ ഇത്രയും തിരക്കുള്ള നമ്മുടെ നിയമസഭാ സ്പീക്കർ ശ്രീ എൻ ഷംസീർ സാറെ കഴിഞ്ഞ 2 കണ്ണൂർ ജില്ലാ കൺവെൻഷനും അതുപോലെ സംസ്ഥാന സമ്മേളനവും ഞങ്ങൾക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്തു തന്ന നമ്മുടെ പ്രിയങ്കരനായ എൻ ഷംസീർ സാറേയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഹോട്ടലുകാരുടെ, ചെറുതും വലുതുമായിട്ടുള്ള ഹോട്ടലുകാരുടെ നിരന്തരമായ പ്രശ്നങ്ങൾക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ശ്രീ ജയപാൽ സാറേയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നും ചെറുപ്പത്തിന്റെ
ആവേശത്തോടുകൂടി ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പൊതുവാൾ സർ ഞാൻ ഈ യോഗത്തിലേക്ക് സഹൃദയം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ സുഗുണാട്ടൻ, ഈ യോഗത്തിന്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന സുഗുണാട്ടനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ സ്റ്റേറ്റ് സെക്രട്ടറി, കണ്ണൂർ ജില്ലയുടെ ഇൻചാർജുള്ള സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ ഷിനാജ് റഹ്മാൻ സാറെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ മുസ്തഫ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുസ്തഫ സാറേയും ഞാൻ ഈ യോഗത്തിൽ സഹൃദയം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ശ്രീ ബിജു സാറേയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വ്യാപാരി വ്യവസായി ഏകോപന സംസ്ഥാന കമ്മിറ്റി അംഗവുമായ വർഗീസ് സാറേയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ലക്ഷ്മണാണ്ടിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ മിനി മേഡത്തിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കണ്ണൂർ ജില്ലയുടെ രക്ഷാധികാരി ശ്രീ ഇബ്രാഹിം സാറേയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ നാസർ മാഡോൾ സാറേയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ ഈ യോഗത്തിന് നന്ദി ഭാഷിക്കുന്ന നമ്മുടെ നാരായണനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ റെസ്റ്റോറന്റിന്റെ പാർട്ണർ കൂടിയായ കനകൻ സാറെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്നുള്ള മുഴുവൻ ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെയും, ഇവിടെ എത്തിച്ചേർന്നുള്ള മുഴുവൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മുഴുവൻ സാരഥികളെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ പ്രസംഗം അലങ്കരിക്കുന്നതിന് വേണ്ടി ഞാൻ ശ്രീ അച്ചുവേട്ടനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ സ്ഥലം MLA-യും അഡ്വക്കേറ്റ് AN ശംസർ അവരുകളെ, പ്രിയങ്കരനായ സ്റ്റേറ്റ് പ്രസിഡന്റ് ജി ജയവാൻ സാർ, ബഹുമാനപ്പെട്ട VP ബാലകൃഷ്ണ പൊതുവാൾ, അതേപോലെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സുഗുണ സാർ, സിനോജ് റഹ്മാൻ, പ്രിയപ്പെട്ടവരെ ബിജു ചുള്ളിക്കൽ, സെയ്ദ് സെക്രട്ടറി പയ്യന്നൂർ, ലക്ഷ്മണൻ തളിപ്പറമ്പ് കണ്ണൂർ ജില്ല, ജയപ്രകാശ് എക്സിക്യൂട്ടീവ് മെമ്പർ ജില്ല, നാസർ മഡോൾ, രാമകൃഷ്ണ എഴുത്തൻ, ബാബുരാജ് ഉളിക്കൽ, മനോജ് ഭുവം, ജയപ്രകാശ് പുതിയൊരു, നന്ദി പ്രദർശിപ്പിക്കുന്ന നമ്മളെ നാരായണൻ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു പ്രസ്താവനം ഒരു കൊല്ലമായിട്ട് സ്റ്റേറ്റ് കമ്മിറ്റി ഞങ്ങൾ കൂടിയാലോചിച്ചിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഹോട്ടലുകളും ഹോട്ടലിലെ തൊഴിലാളികളും ഹോട്ടലിലെ കുടുംബങ്ങളും, അതായത് കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ രക്ഷിതാവിൻ്റെ ഭാര്യ, അതേപോലെ ആ ഹോട്ടലിൽ കാലമായിട്ട് നിൽക്കുന്ന തൊഴിലാളികളെയും മറ്റ് സുഹൃത്തുക്കളെയും കൂടി ഉള്ള ഒരു പദ്ധതി കേരളത്തിൽ ആദ്യമായിട്ട് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മാത്രമാണ് രൂപീകരിച്ചിട്ടുള്ളത്. കാരണം ഇപ്പോഴത്തെ തന്നെ നമ്മളൊരു കൊല്ലത്തിലൂടെ 42 ആള് മരണപ്പെട്ടു. ഏകദേശം 25 ആൾക്ക് കൊടുത്തു കഴിഞ്ഞു. 10 ലക്ഷം രൂപ വീതം ഇന്നിതാ 40 ലക്ഷം റുപ്യ തജ്ജ വെച്ചിട്ട് 4 ആൾക്ക് കൊടുക്കുകയാണ്. ഒന്ന് നമ്മളെ ബഹുമാനപ്പെട്ട മുൻ രക്ഷാധികാരിയാണ്, അദ്ദേഹത്തിന്റെ കുടുംബം ഇവിടെ ഇരിക്കുന്നുണ്ട്, NVK. അപ്പൊ 40 ലക്ഷത്തിൽ ഒരാൾ തലശ്ശേരിക്കാരനാണ്. അപ്പൊ നമ്മള് ഇതിനെ പറ്റി കൂടുതൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിന്റെ അവതരണം കൊടുക്കാൻ നമ്മളെ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പ്രസിഡന്റ് ഇരിക്കുന്നുണ്ട്. കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവതരണത്തിൽ മാറിപ്പോ. പക്ഷേ ഒറ്റൊരു കാര്യം ഞാൻ പറയാ, അദ്ദേഹത്തെക്കൂടി ഞാൻ തൽക്കാലം നിർത്തൂ. എന്നിട്ട് ഞാൻ ഇതിന് ശേഷം ബഹുമാനപ്പെട്ട സ്പീക്കറെ ഉദ്ഘാടനം ചെയ്യാൻ ഒരു 5 മിനിറ്റ് എനിക്ക് തരണം. കാര്യം എന്താന്ന് പറഞ്ഞാല്, ഒന്ന് നമ്മള് ഈ പാവപ്പെട്ട ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു 100 റുപ്യ കോൺട്രിബ്യൂഷൻ കൊടുക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതെല്ലാവരും തന്മനസ് കാണിക്കണം. എന്നാലേ ഈ പരിപാടി നമുക്ക് മുന്നോട്ട് വിജയിപ്പിക്കാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജി KHR. അടുത്തതായിട്ട്
സുരക്ഷാ പദ്ധതിയുടെ വിശദീകരണമാണ്. ഈ സുരക്ഷാ പദ്ധതിയുടെ വിശദീകരണം നടത്തുന്നത് ശ്രീമാൻ ജി ജയപാൽ, പെരുമ്പാവൂരിൽ നിന്നെത്തിയ സംസ്ഥാന പ്രസിഡന്റ്, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. നൂതന ആശയങ്ങളുമായിട്ട് നമ്മുടെ ഈ സംഘടനയെ കരുത്തോടെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ശ്രീമാൻ ജയപാൽ സാർ. അദ്ദേഹത്തെ ഈ സുരക്ഷാ പദ്ധതി വിശദീകരിക്കുവാനായി സാദരം ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, നമ്മുടെ എല്ലാം പ്രിയങ്കരനും ബഹുമാന്യനുമായ നമ്മുടെ പ്രിയപ്പെട്ട അച്ചുവേട്ടൻ, കേരള നിയമസഭയുടെ ബഹുമാന്യനും ആദരണീയനുമായ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ശംസീർ സാർ, സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പൊതുവാൾ സാർ അടക്കം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയമുള്ളവർ, വളരെ സന്തോഷം ഉള്ളൊരു ചടങ്ങ് എന്ന് പറയുമ്പോൾ പലർക്കും തോന്നാം മരണമടഞ്ഞ 4 കുടുംബങ്ങൾക്ക് അവരുടെ കുടുംബത്തിന് ഒരു പരിരക്ഷ നൽകുമ്പോൾ എവിടെ സന്തോഷം തോന്നുന്നു എന്ന് തോന്നിച്ചാൽ, നമുക്കറിയാം മരണം എന്ന് പറയുന്നത് ആർക്കും മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ്. മരണമടയുന്നത് ജനിച്ചാൽ ആരും മരണമടയും. അപ്പൊ അങ്ങനെ മരണമടയുമ്പോൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഈ പദ്ധതി വിഭാവനം ചെയ്യാൻ തന്നെ കാരണം, ഞങ്ങൾ സംസ്ഥാന ഭാരവാഹികൾ കേരളത്തിലെ വിവിധ ഹോട്ടൽ ബേക്കറി ഉടമകൾ മരണമടഞ്ഞ പല വീടുകളിലും സന്ദർശിക്കാനിടയായി. കേരളത്തിലെ ഹോട്ടലുകാരുടെ അല്ലെങ്കിൽ റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ബേക്കറി ഉടമകളുടെ കാര്യം പറഞ്ഞാൽ, ഒരു വീട്ടിലെ സ്ഥിതി പലരും നോക്കുമ്പോൾ, പുറത്തു നോക്കുമ്പോൾ കാറും നല്ല ഡ്രസ്സും ഒക്കെ ഉണ്ടെങ്കിലും ഒരു ദിവസത്തെ ഉപജീവനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് രാവിലെ തൊട്ട് ഭാര്യയും ഭർത്താവും ഹോട്ടലിൽ ജീവിച്ചു പോരുകയും കുടുംബത്തിന് വേണ്ടിയിട്ട് ഒന്നും സമ്പാദിച്ചു വെക്കാൻ പറ്റാതെ രാവിലെ 4 മണി മുതൽ വൈകുന്നേരം 10 മണി വരെ ജോലി ചെയ്ത് ഒത്തിരിയേറെ മാനസിക സംഘർഷങ്ങളൊക്കെ അടിമപ്പെട്ടുകൊണ്ട് രോഗബാധിതനായിട്ട് മരണപ്പെടുമ്പോൾ ആ കുടുംബത്തിലേക്ക് ഒന്നും തന്നെ ഒരു നീക്കിയിരിപ്പില്ല എന്നുള്ളൊരു കാര്യം, അത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. പലപ്പോഴും മരണമടയുന്ന കുടുംബാംഗങ്ങൾ പിന്നീട് ധനസഹായവുമായിട്ട് അവർ നേരിട്ട് വന്നില്ലെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് യൂണിറ്റ് ജില്ലാ ഭാരവാഹികൾ ധനസമാഹരണം നടത്തുകയും 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ കുടുംബത്തിലേക്ക് ധനസമാഹരണം നടത്തി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇതിനൊരു പരിഹാരം കാണണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തുകൊണ്ട് കേരളത്തില് ഒരു കുടുംബ സുരക്ഷാ പദ്ധതി എന്ന രീതിയിൽ ഈ പദ്ധതി വിഭാവനം ചെയ്ത് നടപ്പാക്കിയത്. അവിടെയും നമ്മൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിക്കൊണ്ട് നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിലാളികളും കൂടിയാണ് എന്നൊരു വിശ്വാസത്തോടു കൂടി തൊഴിലാളികൾക്ക് കൂടി അതിൽ പങ്കുചേരാം എന്ന രീതിയിൽ തൊഴിലാളികളെയും കൂടി അംഗമാക്കി ചേർത്തുകൊണ്ടാണ് ഈ പദ്ധതി നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയത്. 3000 രൂപ മാത്രം രജിസ്ട്രേഷൻ ചാർജായിട്ട് കൊടുത്തുകൊണ്ട് ഈ സ്നേഹച്ചങ്ങല, അതൊരു കുടുംബ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത് ഒരു സ്നേഹച്ചങ്ങലയാണ്. കേരളത്തിലെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഹോട്ടലുകാരുടെ ഉടമകളും തൊഴിലാളികളും അംഗമായിട്ടുള്ള ഒരു സ്നേഹച്ചങ്ങലയിൽ അംഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ണിയുടെ ഏതെങ്കിലും കുടുംബത്തിൽ നിർഭാഗ്യവശാൽ മരണം വന്ന് കയറുമ്പോൾ ആ കുടുംബം അനാഥപ്പെട്ടു പോകാതെ ഈ സ്നേഹച്ചങ്ങലയിൽ കണ്ണിയായിട്ടുള്ള എല്ലാവരും കൂടി 100 രൂപ വീതം ആ കുടുംബത്തിന് കൊടുത്തുകൊണ്ട് ആ കുടുംബത്തെ പരിരക്ഷിക്കുന്ന മഹത്തായ ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് ഈ കുടുംബ സുരക്ഷാ പദ്ധതി. പലപ്പോഴും പലർക്കും ഇതൊരു ബിസിനസ് പദ്ധതിയായിട്ട് തോന്നിക്കാമെങ്കിലും ഇന്ന് ഈ പദ്ധതിയിൽ ഏതൊരു പദ്ധതിയും കൊണ്ടുവരുമ്പോൾ അതിന് ചില ബാലാരിഷ്ടതകൾ ഉണ്ടാകും. കാരണം അത് എന്താണെന്ന് ബോധ്യപ്പെടുന്നത് വരെ അംഗങ്ങൾക്ക് പലർക്കും അതിനെപ്പറ്റി ബോധമില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഹോട്ടൽ ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുമെന്നല്ലാതെ കുടുംബത്തിന് വേണ്ടി ഒന്നും കരുതി വെക്കണം അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ഒന്നും കരുതി വെക്കണമെന്നൊരു ചിന്തയില്ലാത്ത ഒരു കുറെ ആളുകളുടെ കൂട്ടമാണ് കേരളത്തിലെ റെസ്റ്റോറൻറ്റുകൾ. അത് വേറൊന്നും കൊണ്ടല്ല, കഷ്ടപ്പെട്ടാൽ ഒന്നും മിച്ചമില്ല. അപ്പൊ അതിൽ നിന്ന് 100 രൂപ പോലും മാറ്റി വെക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ഒരാളെ സഹായിക്കണമെങ്കിൽ നമ്മൾ വേറൊരാളെ സഹായിക്കണം. ഒരു കൈ കൊണ്ട് കൊടുത്താൽ മാത്രമാണ് മറു കൈ കൊണ്ട് നമുക്ക് വാങ്ങിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു പോളിസിയിലൂടെ കേരളത്തിലെ മുഴുവൻ ഹോട്ടൽ തൊഴിലാളികളെയും ഉടമകളെയും കണ്ണുകളാക്കിക്കൊണ്ട് ആ കുടുംബത്തിനെ ഒരു കുടുംബ പരിരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊരു ചാരിറ്റി പദ്ധതിയായിട്ട് മാറ്റിക്കൊണ്ട്, അത് മാത്രമല്ല ഈ പദ്ധതി കുറച്ച് ഇപ്പൊ 10 ലക്ഷം രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ ഈ പദ്ധതിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഈ പദ്ധതിയിൽ സാമ്പത്തികപരമായിട്ടൊരു മുന്നേറ്റം ഉണ്ടാവുകയാണെങ്കിൽ ആ കുടുംബത്തിലേക്ക് മറ്റ് ചികിത്സാ ചെലവുകൾ അടക്കം അവർക്ക് വേണ്ട മറ്റ് ആവശ്യങ്ങളടക്കം യാതൊരുവിധ ലാഭേച്ഛയുമില്ലാതെ സംഘടന കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് ഈ ജീവകരണ പദ്ധതി. ഞാൻ ദീർഘമായിട്ട് പ്രസംഗിക്കുന്നില്ല, കാരണം വെച്ചാൽ വളരെ കുറച്ച് സമയപരിധിയുള്ളൂ. എനിക്ക് പ്രിയപ്പെട്ട അംഗങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെ ഇവിടെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ 40 ലക്ഷം രൂപയാണ് ഇന്ന് തന്നെ ഇവിടെ കൊടുക്കുന്നത്. പക്ഷെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിലെ
ഇപ്പോഴും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. അതായത് ഞാൻ മരിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് കണ്ണൂരിലെ ഭൂരിപക്ഷം ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ബേക്കറി ഉടമകൾ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സ്വന്തം തൊഴിലാളികളെ ചേർക്കാനുള്ള മടി, സ്വയം ചേരാനുള്ള മടി. ചിലർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് 30 വയസ്സല്ലേ ഉള്ളൂ, ഞാനൊരു 50 വയസ്സാകുമ്പോൾ ചേരാം. കാരണം മരണത്തെപ്പറ്റി ഇപ്പോഴും നിശ്ചയിച്ചു പ്രായമായവരാണ് മരിക്കുന്നതെന്ന്. തീർച്ചയായും തെറ്റാണ്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് മരിച്ചത് 42 വയസ്സാണ്. ഈ അച്ചോട്ടൻ പറഞ്ഞ 42 പേരെ കണക്കെടുത്തു കഴിഞ്ഞാൽ 50 വയസ്സിൽ താഴെയുള്ളവരാണ് അതിന് പകുതിയോളം പേര്. അപ്പൊ മരണം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഏത് നിമിഷവും ഒരു കോമാളിയെ പോലെ നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന് ചേരുമ്പോൾ അന്ന് നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ഒന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ആ തിരിച്ചറിവുണ്ടാക്കിക്കൊണ്ട് എല്ലാവരും ഈ പദ്ധതിയിൽ അംഗമായിക്കൊണ്ട് സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണം. ഒപ്പം തന്നെ സംഘടന കൊണ്ടുവരുന്ന ജീവകാരുണ്യ പദ്ധതി ഒരു വൻ വിജയമാക്കി തീർക്കണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നേരത്തെ അച്ചുവേട്ടൻ പറഞ്ഞ പോലെ സമയം അനുവദിക്കുവാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പിന്നീട് പറഞ്ഞു തരാവുന്നതാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സമയം അപഹരിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഒരേ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി പെടുത്തിക്കൊണ്ടും, കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വയനാട്ടിലെ ജനകീയ അടുക്കള നോക്കിക്കഴിഞ്ഞാൽ നടത്തിയത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആണ്. 2018 വെള്ളപ്പൊക്കത്തിൽ 1 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ധനസഹായത്തിൽ കൊടുത്തിരിക്കുന്ന കേരളത്തിലെ വ്യാപാര സംഘടന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആണ്. കേരള സർക്കാരുമായിട്ട് ഇത്രയേറെ ഇഴുകിച്ചേർന്ന് പോകുന്ന വ്യാപാരി വ്യവസായ സമിതി പോലും ഇല്ല എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയുവാൻ കഴിയും. അത്രയേറെ സർക്കാരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. നമ്മൾ കുറച്ച് നാളുകളായിട്ട് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ കാര്യപ്പെടുത്തി. ഞങ്ങൾക്ക് നിയമത്തിന്റെ ഒരു ആനുകൂല്യം മാത്രം മതി, എല്ലാ പൗരന്മാർക്കുമുള്ള അതുപോലെ നിയമത്തിന്റെ അവകാശങ്ങൾ ഞങ്ങൾക്ക് തരണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്താണ് നിയമത്തിന്റെ അവകാശം നമ്മൾ ചോദിക്കുന്നത്? 2011 FSS നിയമം നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയപ്പോൾ മുതൽ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുവാനും പരിശോധിക്കാനുമുള്ള അവകാശം FSS ഉദ്യോഗസ്ഥർക്കാണ്. അത് എന്താണ് അങ്ങനെ വച്ചിരിക്കുന്നത്? പഴയ കാലമല്ല, 1954 പൊതുജനാരോഗ്യ നിയമം അനുസരിച്ച് ഹെൽത്ത് ഉദ്യോഗസ്ഥർക്ക് അവകാശമുണ്ടെങ്കിൽ അന്ന് ഫ്രിഡ്ജും ഫ്രീസറൊന്നും ഉണ്ടായിരുന്നില്ല. കാലഘട്ടം മാറിയപ്പോൾ കാലാനുസൃതമായിട്ട് ഭക്ഷണ സാധനങ്ങൾ ഫ്രീസറിലൊക്കെ സൂക്ഷിച്ചു വെച്ച് കൊടുക്കാനുള്ള അവകാശം നമ്മുടെ സമൂഹത്തിലുണ്ട്, ഹോട്ടലുകാർക്കുണ്ട്. അതെല്ലാം പഠിച്ചുകൊണ്ട് നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൊണ്ടുവന്ന ഒരു നിയമം അനുസരിച്ച് നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, ആ ആനുകൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മളിത് ആരോഗ്യ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാഡം പറഞ്ഞു വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു. മാഡം തന്നെ ചാനലിൽ കൂടെ പറഞ്ഞു, ഇവിടുത്തെ ഹെൽത്ത് ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കാൻ അധികാരമില്ല. ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്താൽ ആ പിടിച്ചെടുക്കുന്ന സമയത്ത് മഹസർ തയ്യാറാക്കുകയും അതിന്റെ ഒരു സാമ്പിള് ബന്ധപ്പെട്ട ഹോട്ടൽ ഉടമയ്ക്ക് കൊടുത്തുകൊണ്ട് അത് ലാബോറട്ടറിയിൽ കൊടുത്ത് പരിശോധിപ്പിച്ച് അത് ഭക്ഷ്യയോഗ്യമല്ലെങ്കിൽ, പഴയ കാലത്ത് ഭക്ഷണ സാധനങ്ങൾ, ഇന്നലത്തെ ഭക്ഷണ സാധനങ്ങൾ ഇന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ, ശരീരത്തിന് ഹാനികരമായ ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇന്നുണ്ടാക്കിയ ഭക്ഷണം തന്നെ 1 മണിക്കൂർ കഴിഞ്ഞാൽ ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ല. ഇന്ന് പഴങ്കഞ്ഞി കൊടുക്കുന്ന കട എറണാകുളത്ത് പലയിടത്തുമുണ്ട്. ഇന്നലത്തെ ചോറ് വെള്ളത്തിലിട്ടാലേ പഴങ്കഞ്ഞിയാവുള്ളൂ. അപ്പൊ ആ കാലഘട്ടം മാറിയതിനനുസരിച്ച് ഭക്ഷണകാലങ്ങളിലും പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അതൊന്നും ഉൾക്കാതെ അധികാരമില്ലാത്ത ഹെൽത്ത് ഉദ്യോഗസ്ഥർ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുന്നു. പോട്ടെ, ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തതിന് പോലും നമ്മൾ എതിർത്തില്ല. അത് കൊണ്ടുപോയി പരസ്യമായിട്ട് 50, 100, 75 വർഷമായിട്ട് കേരളത്തിൽ നല്ല പേരുണ്ടാക്കിക്കൊണ്ട് നല്ല ഭക്ഷണം കൊടുക്കുന്ന, ന്യായമായ വില കൊടുക്കുന്ന ചെറുകിട ഇടത്തരം ഹോട്ടലുകാരെ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ കൂടി പ്രദർശിപ്പിച്ച് പേരെഴുതി വെക്കുമ്പോൾ ബഹുമാനപ്പെട്ട അങ്ങ് ഞങ്ങൾ വിഷമത്തോടുകൂടി പറയുകയാണ്, ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? ഈ സമൂഹത്തിൽ കിട്ടുന്ന ഓരോ പൗരനും കിട്ടേണ്ട അവകാശം ഞങ്ങൾക്കും കിട്ടണം. ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെയും കൂടി ഗവൺമെന്റ് ആണ്. അപ്പൊ ഞങ്ങളുടെ നേരെ ഞങ്ങൾക്ക് കിട്ടുന്ന ഈ ഉദ്യോഗസ്ഥ പീഡനത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം, നിയമപരമായിട്ട് ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഏറ്റവും വിനയത്തോടുകൂടി ബഹുമാനപ്പെട്ട സ്പീക്കറോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ എളിയ പ്രസംഗം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സ്വന്തം സ്പീക്കർ, ഒരു മുഖവര ആവശ്യമില്ലാത്ത ബഹുമാന്യ വ്യക്തിത്വം അഡ്വക്കേറ്റ് AN ഷംസീർ, അദ്ദേഹം ഇത് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതിനായിട്ട് നമ്മുടെ ആരാധ്യനായ ബഹുമാന്യനായ ശ്രീമാൻ AN ഷംസീർ അവർകളെ ഹൃദയപൂർവ്വം സാദരം സഹർഷം സ്വാഗതം ചെയ്യുന്നു.
പ്രിയപ്പെട്ട അധ്യക്ഷൻ KHRA ജില്ലാ പ്രസിഡന്റ് അച്ചോട്ടൻ, സുരക്ഷാ പദ്ധതി വിശദീകരിച്ച ശ്രീ ജയപാൽ, KHAയുടെ കേരളത്തിലെ തന്നെ ഏറ്റവും ആദരണീയനും തലമുതിർന്ന നേതാവുമായ ശ്രീ KP ബാലകൃഷ്ണ പൊതുവാൾ, ഭൂപേഷ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, KHRAയുടെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചു എന്താണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അധ്യക്ഷൻ അടിവരയിട്ട് പറഞ്ഞു എന്റെ പ്രസംഗം രണ്ടാമത് വീണ്ടും ഉണ്ടാവും. അപ്പൊ ചില കാര്യം എനിക്ക് പറയാനുണ്ട്. അധ്യക്ഷന്റെ ഈ സ്നേഹപൂർവമായ ക്ഷണമാണ് യഥാർത്ഥത്തിൽ എന്നെ വീണ്ടും ഇവിടെ എത്തിച്ചത്. നിങ്ങൾ വിചാരിക്കേണ്ട സ്പീക്കർ ലേറ്റ് ആയിട്ടാണ് പരിപാടി തുടങ്ങാൻ വൈകിയിരുന്നത്. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഞാൻ നേരത്തെ തന്നെ ഇവിടെയുണ്ട്. ഞാൻ 3 മണി മുതൽ എന്റെ ഓഫീസിലുണ്ട്. സാധാരണ അച്ചുവട്ടം ഒരു പരിപാടി കേൾപ്പിച്ചാൽ സമയം നിങ്ങൾ തയ്യാറായാൽ ഒരു 10 വിളി വരും. വിളി വരാതിരുന്നപ്പോ ഒരു കാര്യം ബോധ്യപ്പെട്ടു, നിങ്ങൾ തയ്യാറായിട്ടില്ല. എന്നിട്ടും ഞാൻ വൈകണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ 3:30 മണിക്ക് ഇങ്ങോട്ട് കയറാൻ പോകുമ്പം അച്ചോട്ടനെ വീണ്ടും വിളിച്ചപ്പോൾ സതു വിളിച്ചോ പറഞ്ഞു അതിങ്ങനെ 2 മരിച്ചെടുത്ത് പോട്ടെ എന്ന് വെച്ചപ്പോൾ തുറന്ന സമ്മതം പോയിക്കോ. എന്നിട്ടും ഞാൻ താഴത്തെത്തി. അപ്പം എന്റെ വൈകലല്ല നിങ്ങളുടെ ചടങ്ങ് വൈകാൻ കാരണം, നിങ്ങൾ പലരും എത്തിപ്പെടാൻ ഉണ്ടായ താമസമാണ്. പിന്നെ നിങ്ങളുടെ പ്രയാസം എനിക്കറിയാം. കാരണം ഹോട്ടൽ നടത്തുന്ന ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവരും. വളരെ പരിചിതമായ മുഖങ്ങളാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും. നിങ്ങളുടെ പ്രയാസത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വൈകിട്ടും ഞാൻ ഇരിക്കാൻ തയ്യാറായത്. ഇവിടെ KHRA ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ജനപ്രതിനിധി ഒരു സംഘടനയുടെ എല്ലാ സമ്മേളനവും ഉദ്ഘാടനം ചെയ്യേണ്ടത് ഞാനാണ്. ജില്ലയും സംസ്ഥാനവും ഇനി അഖിലേന്ത്യ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനും അച്ചുവട്ടം തന്നെ കൊണ്ടുപോകാൻ. അപ്പോ ഏതായാലും KHRA എന്ന സംഘടന വളരെ സുശക്തമായ ഒരു സംഘടനയാണ്. നല്ല കാര്യമാണ് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പം അവരെ സഹായിക്കാനും അവരെ പിന്തുണക്കാനും മുന്നോട്ട് വരുന്നു എന്നത് ഏറ്റവും മാതൃകാപരമായ കാര്യമാണ്. ഇവിടെ 4 കുടുംബങ്ങൾക്ക് 10 ലക്ഷം വലിയ തുകയാണെന്ന് ഞാൻ ധരിക്കുന്നില്ല. അത് ആളിന് പകരമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരു ആശ്വാസമാണ്, ഒരു ഇടക്കാല ആശ്വാസം പോലെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂടി നിൽക്കുന്ന ആളുകൾക്ക് ആത്മവിശ്വാസം പകരുകയാണ്. ആത്മവിശ്വാസം പകരലാണ്. നിങ്ങളിൽപ്പെട്ട പലരും നിങ്ങൾക്കൊരു അരക്ഷിത ബോധം ഉണ്ടാവും. എനിക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ എന്താകും എന്റെ കുടുംബത്തിന്റെ സ്ഥിതി? അതിനുള്ള ഉത്തരമാണ് KHRA. ഇവിടെ ഇപ്പോ ചായ കൊടുക്കുന്നുണ്ട്, ആരും പ്രസംഗം ശ്രദ്ധിക്കുന്നില്ല. ഇത് എല്ലാ ചടങ്ങും ഇങ്ങനെ തന്നെ. അതുകൊണ്ട് ഞാൻ പരമാവധി എന്റെ ചടങ്ങിൽ ചായ കൊടുക്കാൻ വിടാറില്ല. പോട്ടെ, നടക്കട്ടെ. കാരണം ചായ കൊടുക്കുമ്പോൾ നിങ്ങൾ ആരും ശ്രദ്ധിക്കൂല. അത് നിങ്ങൾക്ക് ചായയുടെ ആർത്തി ഉണ്ടായിട്ടില്ല, മറിച്ച് എനിക്ക് കിട്ടുമല്ല അതിനേക്കാൾ മുമ്പ് തീർന്നു പോകുന്ന ആശങ്ക നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ചായ വരുമ്പോൾ അങ്ങോട്ട് എത്തി നോക്കുന്നത്. ഏതായാലും ചായ നിശബ്ദമായി കുടിക്കുക. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. അത് ഏത് ചടങ്ങിലാവട്ടെ, ഏതൊരു ഉദ്ഘാടന പ്രസംഗമോ പരിപാടിയോ വെച്ചാൽ അവിടെ ചായ കടിയോ വിതരണം ചെയ്താൽ പിന്നെ ആളെ ശ്രദ്ധ അതിലായിരിക്കും. അത് ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ശ്രദ്ധ അതായിരിക്കും. ഇത് എനിക്ക് കിട്ടുന്നതിനേക്കാൾ മുമ്പ് തീർന്നു പോകുന്ന ശങ്കയുണ്ടാവും. ഒന്ന് കടി കിട്ടുമോ, അല്ലെ ചായ തികയോ? അതൊരു സൈക്കോളജിയാണ്. ഇവിടെ KHRA കേരളത്തിലെ ഈ സംഘടന, ഞാൻ ഒരു കാര്യം പറയാം, സംഘടിതരായി നിന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. ഞാൻ ഒറ്റപ്പെട്ട് നിന്നാൽ എന്റെ കാര്യമൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് ധാരണ ഉണ്ടെങ്കിൽ അത് മൗഢ്യമായ ധാരണയാണ്. സംഘടിതരായി നിന്നാൽ മാത്രമേ ഏതൊരു പ്രസ്ഥാനത്തിനും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. KHRA എന്ന സംഘടന സംഘടിതമായി നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രസംഗത്തിലുള്ള ചില വാക്കുകൾ പരാമർശിച്ചു. നിങ്ങൾ എത്ര വർഷം ശ്രദ്ധിച്ചു എനിക്കറിയില്ല. ഇതിന്റെ സ്കീമിൽ ചേരാൻ പറയുമ്പോൾ എനിക്ക് 30 വയസ്സിൽ ആയിട്ടുള്ളൂ എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങളൊക്കെ എല്ലാ ആഴ്ചയിലും നാട്ടിൽ വന്നാൽ മരിച്ചു വിട്ടു പോകും. മരിക്കുന്ന ആളെ പ്രായം ശ്രദ്ധിച്ചു നിങ്ങൾ.
ഇപ്പൊ പ്രായമൊന്നുമില്ല, ഏത് സമയത്തും മരിക്കാം. ഇവിടെ ഇപ്പൊ പ്രസംഗിച്ചു കൊടുക്കുമ്പോൾ ഞാൻ വേണേ കുഴഞ്ഞു പോവാം. ഞാനിപ്പോ മരിച്ചെടുത്ത് പോയി നിങ്ങൾക്ക് പരിചയമായ മുഖമാണ്, ഇരുമ്പ് ലത്തീഫ് എന്ന് പറയും. നല്ല കരിങ്കയിൽ എടുത്ത മനുഷ്യനാ. പ്രായം 10-65, മരിക്കേണ്ട പ്രായമായിട്ടില്ല, പെട്ടെന്ന് മരിച്ചു പോയത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ തൊഴിലാളികളെ പ്രാപ്തമാക്കേണ്ടത് ഇതൊരു സ്കീമാണ്. അതിന്റെ മുതലാളിക്ക് ഒരു ഗുണവുമില്ല. ഇതൊരു സ്കീമിനകത്ത് ചേരുമ്പം നിങ്ങൾക്കൊരു സെക്യൂരിറ്റി ഫീലിംഗ് ആണ്. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഈ 10 ലക്ഷം നിങ്ങളുടെ വ്യക്തിക്ക് പരിഹാരമാകും ഞാൻ വിശ്വസിക്കുന്നില്ല. ആ വ്യക്തിയുടെ ജീവിതത്തിന് പകരമാണ് ഈ സഹായം ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊരു സഹായമാണ്. സഹായം, നിങ്ങൾക്ക് ഒരു സഹായം നിങ്ങളുടെ സംഘടന നൽകുന്നു. ജീവിതകാലം മുഴുവനും ഈ മൂവ്മെന്റിന്റെ ഭാഗമായി നിന്ന്, ഈ പ്രസ്ഥാനത്തിലൂടെ ഒട്ടി നിന്ന്, പ്രതിസന്ധികളും പ്രതിബിംബങ്ങളും ഉണ്ടായിട്ടും ഹോട്ടൽ വ്യവസായത്തിന്റെ ഭാഗമായി ചേർന്ന് നിന്നവർക്ക് നൽകുന്ന ഒരു ആശ്വാസം, ഒരു തലോടൽ, അല്ലെങ്കിൽ ചേർത്ത് പിടിക്കൽ. ആ ചേർത്ത് പിടിക്കലാണിത്. ഈ ചേർത്ത് പിടിക്കലിന്റെ ഭാഗമായാണ് 4 കുടുംബങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നത്. ഇതിവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. ഈ സ്കീം സക്സസ് ആയാൽ ഇനിയും വർദ്ധിപ്പിക്കും എന്നാണ് അധ്യക്ഷൻ സൂചിപ്പിച്ചത്. ഈ സ്കീം സക്സസ് ആയി മാറിയാൽ ഇത് വിജയിപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണം എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ഹോട്ടൽ വ്യവസായം കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായമാണ്. ആർക്കും അവഗണിക്കാൻ സാധിക്കാത്ത വ്യവസായമാണ്. നമ്മളൊക്കെ ആശ്രയിക്കുന്നത് മിക്കവാറും ഹോട്ടലുകളെയാണ്. ഭക്ഷണം കഴിക്കാൻ തലശ്ശേരിയിലുള്ളപ്പോഴും ഉച്ചഭക്ഷണം പലപ്പോഴും പാർട്ടി ഓഫീസിൽ ഇപ്പൊ കഴിക്കൽ കുറവാണ്. പിന്നെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ രാത്രി മാത്രമേ വീട്ടിൽ പോകുന്ന ശീലം നമുക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഉച്ചഭക്ഷണം പലപ്പോഴും ഹോട്ടലിലായിരിക്കും. നിങ്ങൾ അതിൽ ഉറപ്പിക്കേണ്ട കാര്യം, ഇവിടെ ഇപ്പോ അധ്യക്ഷൻ, നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ഈ ഫുഡ് സേഫ്റ്റിക്കാർ വന്ന് ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെയുള്ള കാര്യം. ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ആക്കണം. നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ആക്കാതെ ഞങ്ങളെ വന്ന് ബുദ്ധിമുട്ടിക്കുന്നു എന്ന് ഒച്ച വെച്ചുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ ഭാഗം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ചു പോകണം. ശുചിത്വം വളരെ അനിവാര്യമാണ്. ശുചിത്വം, വ്യക്തി ശുചിത്വം മാത്രം പോരാ, പരിസര ശുചിത്വവും വളരെ അനിവാര്യം. അതുകൊണ്ട് ഹോട്ടൽ പ്രിമൈസസ് വൃത്തിയാക്കണം. ഏറ്റവും മികച്ച ഭക്ഷണം നിങ്ങൾ നൽകണം. ഏറ്റവും മികച്ച ഭക്ഷണം എവിടെ നൽകിയാലും ഏത് ദുനിയാവിന്റെ അറ്റത്ത് പോയി ഭക്ഷണം കഴിക്കാൻ ആളുണ്ടാവും. ഞങ്ങൾക്ക് അനുഭവമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ, നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഉന്നയിച്ച കാര്യം, ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ച് നിങ്ങൾ ഉണ്ടാക്കിയ ധാരണയെക്കുറിച്ച് പരാമർശിച്ചു. ആ ധാരണ തെറ്റിച്ചുകൊണ്ട് ചിലർ വീണ്ടും ബുദ്ധിമുട്ടിക്കുന്ന കാര്യം ഇവിടെ പരാമർശിച്ചു. അതിനകത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കൂട്ടായി ഒന്ന് ചർച്ച ചെയ്ത് നിങ്ങളുടെ നേതൃത്വം വന്നാൽ ബഹുമാനപ്പെട്ട മന്ത്രിയുമായി ഒരു ഡിസ്കഷൻ ആവശ്യമായ സംവിധാനം ഞാൻ ഒരുക്കി തരാം. ഇനി നിയമസഭാ സമ്മേളനം ചേരുമ്പോഴാണെങ്കിൽ എന്റെ ചേംബറിൽ തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. എന്റെ ചേംബറിൽ തന്നെ മന്ത്രിയെയും ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ച് നിങ്ങളുടെ കൺസേൺസ് പറയാൻ ഞാൻ തയ്യാറാണ്. അത് നിയമസഭാ സമ്മേളനം നടക്കും മാത്രമാണ്. എല്ലാത്ത ഘട്ടത്തിലാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്രിയുടെ അരികിലേക്ക് നിങ്ങൾക്ക് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ മാത്രമേ എനിക്ക് സാധിക്കൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉന്നയിച്ച ആവശ്യം വളരെ ന്യായമാണ്. ആവശ്യങ്ങൾ പരിഹരിക്കണം. നല്ല രീതിയിൽ ഹോട്ടൽ വ്യവസായം മുന്നോട്ട് പോകണം. പല പ്രതിസന്ധികളും ഹോട്ടൽ വ്യവസായത്തിനുണ്ട്, എനിക്കറിയാം. ഹോട്ടൽ വ്യവസായവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളെന്നെ ഞാനും. അതുകൊണ്ട് കാര്യങ്ങളെക്കുറിച്ച് ധാരണയൊക്കെ എനിക്കുണ്ട്. നല്ല നിലയിൽ തന്നെ വ്യവസായം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അടിക്കടി വർദ്ധിക്കുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വില വർധനവ്, ഗ്യാസിന്റെ വില വർധനവ്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, വൈദ്യുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, വെള്ളത്തിന്റെ, ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ വ്യവസായത്തെ ബാധിക്കുന്നുണ്ട്. ആ വ്യവസായം മുന്നോട്ട് പോകാൻ ഞാൻ പറഞ്ഞല്ലോ, പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഇതിന്റെ ഭാഗമായി തന്നെ നിൽക്കുന്നവരുണ്ട്. എത്രയോ പാരമ്പര്യമുള്ള ഹോട്ടലുകളുണ്ട് ഇവിടെ. എത്രയോ കാലമായി ജനങ്ങൾക്ക് നല്ല ഭക്ഷണം നൽകി കേരളത്തിലാകെ പേരെടുത്ത്, ഇന്ത്യയിലാകെ പേരെടുത്ത സ്ഥാപനങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഈ വ്യവസായം നല്ല നിലയിൽ പോകണം. ആ വ്യവസായം മുന്നോട്ട് നല്ല നിലയിൽ പോകുന്നതിന്റെ സൂചനയാണ് നിങ്ങളുടെ ആരംഭിച്ച ഈ സ്കീം. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളെ സഹായിക്കാനുള്ള ഈ ധനസഹായ സ്കീം, സഹായധന വിതരണമാണ് ഇവിടെ നടക്കുന്നത്. ഈ സഹായധന വിതരണ സ്കീം ഇവിടെ നടപ്പിലാക്കിയത് ഇതിനെയും വ്യാപിപ്പിക്കാൻ സാധിക്കണം. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആളുകൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയ സഹായിക്കുന്ന സ്കീം മാത്രമാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് ഉന്നത പഠനത്തിന് ആവശ്യമായ സ്കീം നടപ്പിലാക്കണം. ചികിത്സക്ക് ആവശ്യമായ സ്കീം നടപ്പിലാക്കണം. ചികിത്സക്ക് ആവശ്യമായ സ്കീം എന്ന് പറയുമ്പം അത് ഏതെങ്കിലും ഇൻഷുറൻസ് ഏജൻസിയുമായി ടൈപ്പ് ചെയ്താൽ മതി. ഏതെങ്കിലും ഇൻഷുറൻസ് ഏജൻസിയുമായി ടൈപ്പ് ചെയ്താൽ നിങ്ങൾ ആർക്കെങ്കിലും അസുഖം ബാധിച്ചു, നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു അസുഖം ബാധിച്ചാൽ, അസുഖം ആർക്കും വരാം, അസുഖം ബാധിച്ച് ചികിത്സിക്കണം. നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു നിശ്ചിത തുക
നിങ്ങൾ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്കീമിന്റെ ഭാഗമായി ചേർന്നാൽ, അങ്ങനെ വരുമ്പം അതിലൂടെ നിങ്ങൾക്ക് ആരോഗ്യ ചികിത്സയ്ക്ക് ആവശ്യമായ സംവിധാനം ലഭിക്കും. ആ കാര്യങ്ങളെക്കുറിച്ചും നല്ലതുപോലെ ആലോചിച്ചു പോലെ ഉണ്ടാവണം. ആരോഗ്യ ഹോസ്പിറ്റൽ മേഖല പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. രാവിലെ നോക്കുമ്പോൾ ചിലപ്പോൾ സപ്ലയർ ഉണ്ടാവില്ല, കുക്ക് ഉണ്ടാവില്ല. ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അഡ്രസ് ചെയ്ത വിഷയങ്ങൾ ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് വ്യവസായം നടത്തിക്കൊണ്ടുപോകുക എന്ന ശ്രമകരമായ ദൗത്യമാണ്. ആ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ സ്കീമിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. ഏതെല്ലാം സഹായമാണോ നിയമസഭയുടെ ഭാഗത്ത് ആവശ്യം വരുന്നത് അതെല്ലാം നൽകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് മാത്രം പറഞ്ഞ് നിങ്ങളുടെ ഈ ചടങ്ങിന് എല്ലാ ആശംസകളും നടന്നുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ പൊതുപ്രവർത്തകൻ ജനപ്രതിനിധി ശ്രീമാൻ AN ഷംസീർ അവർ മറ്റൊരു പ്രധാനപ്പെട്ട കർത്തവ്യം ഇവിടെ നിർവഹിക്കുന്നുണ്ട്. 4 പേർക്കുള്ള ആ ധനസഹായത്തിന്റെ ചെക്ക് അദ്ദേഹം തന്നെയാണ് കൈമാറുന്നത്. നമ്മുടെ ആരാധ്യനായ സ്പീക്കർ അവരുടെ ഈ ഉദാത്തമായ കർത്തവ്യം നിർവഹിക്കുവാനായി സാദരം സഹർഷം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ധനസഹായത്തിന്റെ ചെക്ക് സ്വീകരിക്കുന്നത് ശ്രീമാൻ NV കരീം അവരുടെ പ്രതിനിധികളാണ്. അവരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീമാൻ NV കരീം അവരുടെ പ്രതിനിധികൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അടുത്തതായി മാമൂട്ടിൽ ജോസഫ് ജോൺ അവരുടെ പ്രതിനിധി വരുന്നു. ദയവായി ചെക്ക് സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. മൺമറഞ്ഞുപോയ ശ്രീമാൻ മാമൂട്ടിൽ ജോസഫ് ജോൺ അവരുടെ പ്രതിനിധിയാണ് ഇപ്പോൾ ചെക്ക് സ്വീകരിക്കുന്നത്. തുടർന്ന് മൺമറഞ്ഞുപോയ ഹംസ, ഈ മഹത് വ്യക്തിയുടെ പ്രതിനിധി ഇവിടെ വന്ന് ചെക്ക് സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ശ്രീമാൻ ഹംസ അവരുടെ മൈത്രി ഹോട്ടൽ പയ്യന്നൂർ അദ്ദേഹത്തിന്റെ വിധവയാണ് ഇപ്പോൾ ചെക്ക് സ്വീകരിക്കുന്നത്. അടുത്തതായിട്ട് മൺമറഞ്ഞുപോയ ശ്രീമാൻ വിവേക് അവരുടെ ഡിലൈറ്റ് ഹോട്ടൽ കളിപ്പറമ്പ് ഇദ്ദേഹത്തിന്റെ പ്രതിനിധികൾ ചെക്ക് സ്വീകരിക്കുകയാണ്. ശ്രീമാൻ വിവേക് അവരുടെ പ്രതിനിധികളാണ് ഡിലൈറ്റ് ഹോട്ടൽ കളിപ്പറമ്പ് ധർമ്മശാല. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രഭാഷണവുമായിട്ട് ശ്രീമാൻ N സുഗുണൻ വൈസ് പ്രസിഡന്റ് ക്ഷമിക്കണം, സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമൻ KP ബാലകൃഷ്ണ പൊതുവാൾ ഈ മഹത് വ്യക്തിത്വത്തെ ഹൃദയപൂർവ്വം സഹർഷം സ്വാഗതം ചെയ്യുകയാണ് നമ്മോട് സംവദിക്കുവാനായി. അഭിവന്ദരായ ഗുരുജനങ്ങളെ, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ അച്ചോട്ടൻ, സംസ്ഥാന പ്രസിഡന്റ് ശ്രീ G ജയപാൽജി, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹികളെ, ജില്ലാ ഭാരവാഹികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് വളരെ ദീർഘമായി നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. അതിലൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഉന്നത വിദ്യാഭ്യാസത്തിനും
അതേപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയും ഒക്കെ ഒരു ഫണ്ട് നൽകാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് ആ പ്രൊജക്റ്റ് കൂടി ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹത്തോട് പറയാൻ എനിക്ക് ആ രീതിയിൽ സാധിച്ചില്ല. നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. കാരണം ഈ സുരക്ഷാ പദ്ധതി ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിച്ചത് കേരളത്തിലെ 40,000-ഓളം ഹോട്ടലുകാർ ഇതിൽ മെമ്പർമാരാകും എന്നാണ്. കേരളത്തിലെ 40,000 മെമ്പർമാർ ഹോട്ടലുകാർ ഇതിൽ മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തന്നെ അത് കൊടുക്കാമായിരുന്നു. കാരണം ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത് വളരെ ദീർഘദൃഷ്ടിയോടുകൂടിയാണ്. ഒരു ഹോട്ടലുകാരൻ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കേണ്ടത് 100 രൂപയാണ് ആ കുടുംബത്തിന്. അപ്പൊ 40,000 മെമ്പർമാരുണ്ടെങ്കിൽ 40,000 100 രൂപ കൂടി എത്ര വന്നു? അപ്പൊ അതിന് കിട്ടുന്ന മിച്ചം അത് ഈ ആരോഗ്യ പരിപാലനത്തിനും അതേപോലെ തന്നെ ഹോട്ടലുകാരുടെ മക്കൾക്കുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനും ചെലവഴിക്കാമെന്നാണ് സംഘടന ആദ്യം ആസൂത്രണം ചെയ്തത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, അത് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ നമ്മുടെ മെമ്പർമാർക്ക് സാധിച്ചിട്ടുള്ള എന്ന് വളരെ ഖേദകരമായി ഞാൻ പറയുകയാണ്. ഇന്നും കണ്ണൂർ ഏകദേശം ഒരു 2,000-ഓളം മെമ്പർമാരെങ്കിലും ഉണ്ടാവാമായിരുന്നു. പക്ഷെ എത്ര ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും. അത്രയ്ക്ക് മോശമായ രീതിയിൽ അതിൻ്റെ ഗുണം മനസ്സിലാക്കിയിരിക്കുന്നത്. ശരിക്കും ഹോട്ടലുകാരുടെ അവർക്ക് അവർ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയാൽ അവരുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർക്കൊരു സഹായം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. അതേപോലെ തന്നെ തൊഴിലാളികൾക്കും ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള ദീർഘദൃഷ്ടിയുള്ള ഒരു പരിപാടി ഏത് സംഘടനയും ഇതുവരെ സംഘടിപ്പിച്ചില്ല. അത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ്. വളരെ കാലത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തത്. പക്ഷെ അത് വേണ്ട രീതിയിൽ മെമ്പർമാർ ഉൾക്കൊള്ളുന്നില്ല, അതല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കാൻ യൂണിറ്റുകൾ ശ്രമിക്കുന്നില്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനിയും സമയം വൈകിട്ടില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. എല്ലാവരും ഇതിൽ മെമ്പറാവണം. എല്ലാവരും ഇതിൽ മെമ്പറാവാൻ തയ്യാറാവുകയാണെങ്കിൽ ഇനിയും ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ കാര്യം കൂടാതെ എന്തെങ്കിലും തരത്തിലുള്ള മറ്റു സാമ്പത്തിക സഹായം, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാനോ, അങ്ങനെ പല കാര്യങ്ങളും സാധിക്കും. 50,000 മെമ്പർമാർ ഇതിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നതിന് അപ്പുറം കാര്യം ചെയ്യാൻ സാധിക്കും. കാരണം ഒരു ഹോട്ടലുകാരൻ നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലുകാരൻ മരിക്കുകയാണെങ്കിൽ ഒരാൾ കൊടുക്കേണ്ടത് 100 രൂപയാണ്. ഇപ്പൊ നമുക്ക് ഇത്ര ഒരു വർഷത്തിനിടയ്ക്ക് ഏകദേശം 42ഓളം മെമ്പർമാരാണ് നഷ്ടപ്പെട്ടു പോയത്. 42 ഹോട്ടലുകാർ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം 15 പൈസ ഒരു ഹോട്ടലുകാരൻ ചെലവഴിക്കേണ്ടത്. ഒരു ദിവസം 15 പൈസ, 15 അല്ലെങ്കിൽ 25. ഈ 25 പൈസ എന്തെങ്കിലും തരത്തില് തെറ്റിപ്പോയാണ്. 10 രൂപ, 12 രൂപ, 15 രൂപ ആയിക്കോട്ടെ. ഈ 15 രൂപ നമ്മൾ അതിനുവേണ്ടി നീക്കി വെക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം എത്രത്തോളം ഹോട്ടലുകാർക്ക് അനുഭവിക്കാൻ സാധിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഹോട്ടലുകാരൻ ദിവസം 15 രൂപ, അതെന്തെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഒരു ഭണ്ണാരത്തിലിട്ട് വെച്ചാൽ ഇപ്പൊ 15 രൂപ ഇടാൻ ഇല്ലെങ്കിൽ 2 ദിവസം കൂടെ 30 കിട്ടും. പക്ഷെ എന്നാലും ഇത് നിക്ഷേപിക്കുകയാണെങ്കിൽ ഈ പദ്ധതി എല്ലാവരും ഉദ്ദേശിക്കുന്നതിനപ്പുറം വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഏറെ പ്രാമുഖ്യം നൽകുന്ന ഒരു സംഘടനയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ധാരാളം ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായം നമ്മുടെ സംഘടന വിവിധ ജില്ലകളിൽ നടത്തുന്നുണ്ട്, ഇനിയും നടത്തും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് വസന്തിന് ഇവിടുന്ന് ഒരു സാമ്പത്തിക സഹായം നൽകിയത്. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താൻ നമുക്ക് സാധിക്കും. മറ്റൊരു അപ്രധാനമല്ലാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ മുസ്തഫ സാറിനുള്ള യാത്രയെ FSSA വന്നതിന് ശേഷം 11-ലാണ് വരുന്നെന്ന് തോന്നുന്നു. 11 അന്ന് ആദ്യം തന്നെ ഹോട്ടലുകാരൊക്കെ ഭയന്നിരുന്നു. FSSA ഈ രംഗത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇത് നിർത്തി അങ്ങ് പോകേണ്ടി വരും. കാരണം കർശനമായ നിയമമാണ് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്റർനാഷണൽ സ്റ്റൈലിലേക്ക് ഹോട്ടലുകാരെ കൊണ്ടുപോവുകയാണ്.
എന്നൊക്കെ പറഞ്ഞ് ഹോട്ടലുകാർക്ക് ഒരു അരക്ഷിതാബോധം ഉണ്ടായ ഒരു കാലത്താണ് മുസ്തഫ സാർ കടന്നു വരുന്നത്. അദ്ദേഹം വളരെ ലളിതമായി അവിടെ ഒരു മീറ്റിംഗ് വിളിക്കും, കാര്യങ്ങൾ വളരെ ലളിതമായി. പിന്നെ അദ്ദേഹത്തിന് സ്വതസിദ്ധമായ ഒരു ശൈലിയുണ്ട്, സരസമായിട്ട് സംസാരിക്കും. അതേപോലെ തന്നെ ചോദ്യം നമ്മോട് ചോദിക്കും, നമ്മളെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ശൈലിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കഴിവാണ്. ആരോട് സംസാരിക്കുമ്പോൾ അവർക്ക് വേദനിക്കാത്ത രീതിയിൽ മാത്രമേ അദ്ദേഹം സംസാരിക്കൂ. നമുക്ക് വേണ്ട രീതിയിൽ FSSAI ആക്ട് എന്താണെന്നും നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുമൊക്കെ നമുക്ക് ഈ കാലം അത്രയും 2025 വരെ എല്ലാ ദിവസവും എപ്പോഴും വേണമെന്നുണ്ടെങ്കിലും മുസ്തഫ സാറിനോട് ഒരു ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായി നമുക്കതിൻ്റെ നല്ല വശം പറഞ്ഞു തരും. മോശം വഴിയിലേക്ക് പോകുമ്പോൾ നമ്മളെ നല്ല വഴിയിലേക്ക് തെളിക്കുന്ന ഒരു സ്വഭാവം കൂടി അദ്ദേഹത്തിനുണ്ട്. അത്രയും നല്ല രീതിയിൽ പ്രവർത്തനം സർവീസ് കാലത്ത് ചെയ്ത മറ്റൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവുമെന്ന് പോലും ഞാൻ സംശയിക്കുന്നു. കാരണം ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ അധികാരം വന്നു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുമെന്ന് അവർ പറയാൻ പറ്റില്ല. കാരണം അധികാരം ഇത് എൻ്റെ കയ്യിലുള്ള അധികാരമാണ്. ഞാൻ ഈ ഹോട്ടലുകാരനെ കൊണ്ട് ഇന്ന് എത്ര ഫൈൻ അടപ്പിക്കും, അത് അബദ്ധവശാൽ വന്ന തെറ്റാണെങ്കിലും അല്ലെങ്കിൽ യാദൃച്ഛികമായി വരുന്ന തെറ്റാണെങ്കിലും അതിൻ്റെ മേൽ പിടിച്ച് എത്ര ഫൈൻ അടപ്പിക്കാൻ പറ്റുമോ അത്രയും ശിക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവമാണ് പലർക്കും ഉള്ളത്. കാരണം നമുക്കറിയാം, ഇപ്പം കണ്ണൂർ കോർപ്പറേഷനിൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഹോട്ടലുകളിൽ ഉണ്ടാക്കിയ സാധനം പിടിച്ച് അത് പൊതുജനങ്ങളുടെ മുന്നിൽ ദൃശ്യപത്രമാധ്യമങ്ങളെ കൂട്ടി എസ്കോർട്ടായിട്ടാണ് പോകുന്നത്. പോയി ഫ്രിഡ്ജിൽ നിന്ന് വാരിയെടുത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷന്റെ മുന്നിൽ നിരത്തുകയാണ്. ആ ഹോട്ടലുകാർ 10-30 കൊല്ലം ഈ രംഗത്ത് പ്രവർത്തിച്ച് സർവേ ഉണ്ടാക്കിയ ആ ഹോട്ടലുകാർക്ക് കളങ്കം ഏർപ്പെടുന്ന രീതിയിലായിരുന്നു ആ പ്രവർത്തനം. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായ ഒരു മുഖമാണ് മുസ്തഫ സാറിന്. ഞാൻ ഈയിടെ എറണാകുളത്ത് ഇദ്ദേഹത്തിന്റെ ഒരു യാത്രയായിട്ടുണ്ടാകും സംസ്ഥാന തലത്തിൽ. അന്ന് ഞാൻ കാര്യം മുസ്തഫ സാറിനോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് അത് അല്പം വിവരക്കേടാന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. കാരണം ഞാനൊരു ഗവൺമെന്റ് ജീവനക്കാരനാണ്, എനിക്ക് അതിലപ്പുറം ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ നിഷ്പക്ഷമായി പറഞ്ഞു, അത് തെറ്റാണെന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതാണ് നിഷ്പക്ഷ മനോഭാവം, സമൂഹത്തിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത, ഹോട്ടലുകാരോടുള്ള അദ്ദേഹത്തിന്റെ സോഫ്റ്റ് കോർണർ, അതേപോലെ തന്നെ പൊതുജനങ്ങളെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള വ്യഗ്രത, ഇതൊക്കെ കൂടിയുള്ള ഒരു വ്യക്തിത്വമാണ് മുസ്തഫ സാറ്. അദ്ദേഹത്തിന്റെ ശിഷ്ടകാലം, അദ്ദേഹം റിട്ടയറായി, എങ്കിലും നമുക്ക് അദ്ദേഹത്തെ സമീപിക്കാൻ പറ്റും. ആരോഗ്യ സൗഖ്യത്തോടുകൂടി അദ്ദേഹം മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് കെ ചാനൽ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് എന്ന സ്ഥാനം യാദൃച്ഛികമാണ്, ഒരു തെരഞ്ഞെടുപ്പൊന്നും നടന്നില്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് മാത്രം. അതുകൊണ്ട് ഞാൻ അതിന് അമിതമായി സന്തോഷിക്കുന്നില്ല. എങ്കിലും എന്നിൽ അർപ്പിതമായ കാര്യം ഞാൻ അത് പരിപൂർണമായി നിറവേറ്റാൻ ശ്രമിക്കും. ഞാൻ ഒരു ലോയൽ സർവന്റായി ആ രംഗത്ത് പ്രവർത്തിക്കുമെന്ന് മാത്രം എന്നോട് ഞാൻ നിർത്തുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ ഒരു വലിയ സ്ഥാനമാണത്. ആ സ്ഥാനം അവരെ നിന്നുകൊണ്ട് പരമാവധി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനുമായിട്ടും ഹോട്ടലുകാരുമായിട്ടും സഹകരണ ബുദ്ധിയോടുകൂടി, എന്നാൽ വളരെ കർക്കശത്തോടുകൂടി പൊതുജനാരോഗ്യം സംരക്ഷിക്കുവാനും ശ്രമിച്ച ശ്രീമാൻ മുസ്തഫ അവർകളെ ആദരിക്കുന്ന ആ ചടങ്ങ് നടക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ സൗമ്യനായ മുഖമാണ് ശ്രീമാൻ മുസ്തഫ അവർകൾ. അദ്ദേഹത്തെ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ആദരിക്കുന്നു. അതിനായിട്ട് നമ്മുടെ സാന്നിധ്യങ്ങളെ ക്ഷണിക്കുകയാണ്. ആദരവ് സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ബഹുമാന്യനായ ആദരണീയനായ മുസ്തഫ അവർകളെ ക്ഷണിക്കുന്നു. ശ്രീ മുസ്തഫ അവർകൾ ഒരു 2 വാക്ക് നമ്മോട് സംസാരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
നമ്മുടെ കാര്യങ്ങളിൽ നമുക്കൊന്നും ആലോചിച്ചും കൂടി പറയാം. മുസഫാരോട് ഇനി 2 വാക്ക് എനിക്ക് എറണാകുളം വെച്ചിട്ട് പറയാൻ പറ്റില്ല, ഇപ്പോഴും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ വേദിയിൽ അധ്യക്ഷ പ്രസംഗത്തിലും കൂടി പ്രസംഗിച്ചതാണ്. പക്ഷെ ഒരു കാര്യം, ഞാനൊരു 20 കൊല്ലത്തിന് മേലെയായി ഇദ്ദേഹമായിട്ട് ബന്ധം. എല്ലാം വന്നിട്ട് വേണമെങ്കിൽ ചെയ്യും, എന്താ ചിലപ്പോൾ പിടിച്ചാൽ തന്നെ ആ സ്വാരം വെച്ചോട്ട് അതിങ്ങനെ പുറന്തോളും. ഞാൻ വിചാരിച്ചു നല്ല ആളല്ലേ ഇത്, ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് നല്ലതാ, ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. അവസാനം മരുന്നിന് ചേരുമ്പോൾ നമുക്കറിയാം സന്തോഷിച്ചിട്ട് മരുന്ന് തരും. അപ്പോൾ കുറച്ചെന്താ കുറയ്ക്കുക പറഞ്ഞാൽ സന്തോഷത്തിൽ കുറച്ച് വെക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യൻ ഇനി ഒരാൾ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. തലശ്ശേരി ഒരു 10-15 കൊല്ലത്തോളം, ഇല്ല സാർ, 15 കൊല്ലത്തോളം തലശ്ശേരിയിൽ അദ്ദേഹം വർക്ക് ചെയ്തു. അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി. ഇപ്പോഴും 2 കൊല്ലമായിട്ട് കണ്ണൂരിപ്പം സ്ഥിരമായിട്ട് ഇരിപ്പാണ്, ഫുഡ് സേഫ്റ്റിൻ്റെ അസിസ്റ്റൻറ്റ് കമ്മീഷണറായിട്ട്. അപ്പോൾ ഇപ്പോൾ അയാൾ റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞ മാസം. പക്ഷേ ഹോട്ടലുകാർക്ക് ഇങ്ങനത്തെ ഒരു ഉപകാരം ചെയ്തൊരു മനുഷ്യനാണ് വേറെ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഇദ്ദേഹത്തിന് വരുന്ന മുമ്പ് 1-2 ആൾ വന്നിന്. എനിക്കറിയാം, എൻ്റെ ഈ ഹോട്ടലിൽ തന്നെ 5 കൊല്ലത്തെ ഫുഡ് സേഫ്റ്റീൻ്റെ ലൈസൻസ് ഇറങ്ങിയിട്ട് ഞാൻ വേദിയിൽ വെച്ചിട്ട് പറയുന്നില്ല. അദ്ദേഹത്തിന് തൊട്ട് മുമ്പ് അതിൻ്റെ അപ്പുറം അദ്ദേഹത്തിനതറിയാം, എങ്ങനെ തന്നെന്ന് എനിക്കറിയാം. ഞാൻ പോയിട്ടൊന്നുമില്ല, അവസാനം ഞാൻ പോയിട്ട് തന്നിട്ടുള്ളൂ. പക്ഷെ അങ്ങനത്തെ ഒരു ഗതി ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഒരു ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടത്തും. അതാണ് മുമ്പേ എല്ലാ ഓഫീസറും ഇദ്ദേഹങ്ങളിൽ ബന്ധം. അടുത്തതായിട്ട് നമ്മോട് സംവദിക്കുന്നത് നമ്മളിപ്പോൾ ആദരിച്ച ശ്രീമാൻ മുസ്തഫ സാർ. അതിനായിട്ട് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സദസ്സിലുള്ളവരൊന്നും എഴുന്നേറ്റ്, ഇവിടെ സ്റ്റേജിൽ വേണ്ട, സദസ്സിൽ എഴുന്നേറ്റോ. കയ്യിൽ കിട്ടിയ പാക്കറ്റെല്ലാം തീർന്നു. ചായ എല്ലാവരും കുടിച്ചാൽ ഞാൻ കണ്ടു. പാക്കറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, എല്ലാവരും കംപ്ലീറ്റ് ആക്കിയിട്ടാ എന്നിട്ടുണ്ട്. രാത്രി ചോറുണ്ടോ? ചോറില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം നിർത്തും, ഇരുന്നോ. പൊതുവാള്, അച്ചുവട്ടൻ, ഭൂപേഷ്, പിന്നെ ഇവരുടെ മുതലാളിമാർ സദസ്സിലിരിക്കുന്നുണ്ട്. ഉണ്ട് പുലേരി ഫുള്ളായിട്ട് പൈസ കൊടുത്ത് 1-2 ആൾ കൈ പൊക്കിയത് കണ്ണൂരാണ്. നമ്മുടെ ക്വാളിറ്റി അച്ഛന് സുഖമുണ്ടാ? നീ പൈസ കൊടുത്തിട്ടുണ്ടല്ലേ? ഇതെല്ലാവരും കൊടുക്കണം. പുതിയ യൂണിറ്റാ കൃത്യമായി നീ കൊടുക്കും. പിന്നെ നേതാക്കന്മാർ പ്രസംഗം ഏറ്റിട്ടുണ്ട് ഉണ്ട്. അച്ചോട്ടം വിളിച്ചാൽ പിന്നെ ഞാൻ അപ്പം ഡേറ്റ് ഒക്കെ നോട്ട് ചെയ്തു. എന്തോ മാനസികമായൊരു പൊതുവാളെ പയ്യന്നൂരാണ്. എന്ത് കാര്യം പറഞ്ഞാൽ ആ റൂട്ടിൽ റെഡിയാക്കി തരും, ഭൂപേശ കാണുന്നത് റെഡിയാക്കി തരും. ഞാൻ 6 മാസം മുമ്പ് നിങ്ങളെ തലശ്ശേരി ഒരു സംഘം വിളിച്ചിട്ടില്ല. ഇവിടെ 6 മാസമായ നിറഞ്ഞ സദസ്സായിരുന്നു. തലശ്ശേരി യൂണിറ്റ് മാത്രമാണ് ഇത്. ജില്ലന്റെ നേതാക്കന്മാർ മാത്രമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ MPK മുതലാളി, ഒരു റാന്തര്, ഈ ഫാമിലി സംഗമത്തില് അച്ചോട്ടൻ വിളിച്ചാൽ ഞാൻ വരാം. എന്താ പ്രോഗ്രാം എന്ന് എനിക്കറിയാം. ഇവിടെ വന്നപ്പോൾ ഒരു ദിവസം ഈ ഫാമിലി മീറ്റിംഗിൽ എൻ്റെ സബ്ജക്റ്റ് മോട്ടിവേഷനാണ്. ഇവിടെ വന്നപ്പോൾ അച്ചോട്ടൻ പറയുന്നത് ഒരു രാത്രി വരെ നിൽക്കേണ്ടി വന്നു. നേരെ മണി നിറഞ്ഞ ദിവസമാണ് ഫാമിലികൾ. അന്ന് ഞാൻ എനിക്കറിയുന്ന രീതിയിൽ അച്ചോട്ടൻ പറഞ്ഞതുകൊണ്ട് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതോ ഗ്രൂപ്പിലേക്ക് പോയിട്ടുണ്ട്, നിങ്ങളെ KSRൻ്റെ. പിറ്റേന്ന് രാവിലെ ഒരാൾ എന്നെ വിളിക്കുന്നു, മുസ്തഫ സാറേ നിങ്ങൾ തലശ്ശേരി വരുമ്പോൾ എന്താ എന്നെ വിളിക്കാതിരുന്നേ? എന്താ ഞാൻ ചിന്താക്കാരന്, നിങ്ങൾ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ എവിടുന്നാ പഠിച്ചത്? ആ കോളേജ് എന്ന് പറഞ്ഞത് എനിക്കൊരാൾ അയക്കാനാണ്. അയാൾ ഹോട്ടൽ ഫീൽഡിലാണ്, ഇപ്പം ബാംഗ്ലൂരൊക്കെയാണ് ബിസിനസ് ചെയ്യുന്നത്. നമ്മളെ ഇപ്പം വന്ന മന്ത്രിൻ്റെ അമ്മാവനും കൂടിയാണ് സ്പീക്കർ. കക്ഷിക്ക് ആദ്യം തുടങ്ങിയ ഹോട്ടലിൽ ഇല്ലായെങ്കിലും എല്ലാ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെയും ക്യാൻറ്റീൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്, പ്രധാനപ്പെട്ടതൊക്കെ.
ഞാൻ പറഞ്ഞു ഞാൻ എവിടുന്ന് പഠിച്ചിട്ടില്ല, ഞാൻ അച്ചോട്ടം വിളിച്ചത് കൊണ്ട് അവിടെ പോയി എന്നോട് ഇന്ന ക്ലാസ് എടുക്കണമെന്നാണ് ഞാനങ്ങ് തുടങ്ങി. എൻ്റെ ഗുരു ആരാണ്? എനിക്ക് പൊരുത്തം തന്നിട്ട് ഞാൻ ഇറങ്ങി എഴുന്നേറ്റ് നിന്നു, ഞാനങ്ങ് ക്ലാസ് എടുത്തു. ഞാൻ അന്നേരം അയാൾ പിന്നെയും പറയാം എന്താ നിങ്ങൾ ഈ കോഴ്സ് എവിടുന്നോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ ആ കോഴ്സിന് പോയിട്ടുമില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കൊക്കെ ഞാൻ കോട്ട് ചെയ്തു. ഇപ്പോൾ തലപ്പുറമില്ലേ അന്നൊരു കുക്ക് കഴിഞ്ഞ ആളുണ്ടായിരുന്നില്ലേ, കുക്കോ നാടകോ ഒരു കവിതയിൽ ആലോചിച്ചിട്ടില്ലേ, മനോജില്ലേ? ആ യെസ്. പറഞ്ഞു വരുന്നത് ഞാൻ ഫുഡിന്റെ അസിസ്റ്റന്റ് കമ്മീഷണറായ സമയത്ത് തന്നെ 3 വർഷത്തോളം ഉണ്ടായി. ഞാൻ ഓരോ ദിവസവും 6 മണിക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത് വളരെ മനസ്സമാധാനത്തോടെയാണ്. ഓരോ ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്ക് കിട്ടി. 6 മണിക്ക് 6 മണിക്കൊക്കെ ഇറങ്ങാറുണ്ട്. ഇതേപോലെ സകല നേതാക്കന്മാർ വിളിച്ച ലൈസൻസ് ഒക്കെ അക്ഷയയിൽ നിന്നുകൊണ്ട് തന്നെ അവിടുന്ന് അക്ഷയക്കാർ ചെയ്യും. എൻ്റെ സൈറ്റിൽ വന്ന ഉടനെ ഞാൻ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, സ്പോട്ടിൽ വിത്തിൻ 5 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യും, ലൈസൻസ് ഇഷ്യൂ. വളരെ എനിക്ക് പ്രധാനമായിട്ട് ഈ രംഗത്ത് എനിക്ക് ഓർക്കണം. ഹോട്ടലിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ഹോട്ടലുകാരൻ ഗൾഫിലൊരു പയ്യനാണ്, അവൻ വന്നിട്ട് ഒരു വീടാണ് അത് ഹോട്ടലിലേക്ക് മാറ്റി. അച്ചോട്ടെ അല്പം പറഞ്ഞൂടെ? ഗൾഫിൽ നിന്ന് വന്നു ഒരു വീട് ഡൊമസ്റ്റിക് പേർപ്പസിലെ വീട് കമേഴ്ഷ്യൽ പേർപ്പസിലേക്ക് മാറ്റിയിട്ട് ഹോട്ടൽ തുടങ്ങുന്നതാണ്. ആ ബിൽഡിങ്ങിന്റെ ഓണർ ആ പയ്യൻ എന്ത് ചെയ്തു, സമ്മതം കൊടുത്തു മാറ്റാൻ വേണ്ടിയിട്ട്. ബോസ് ബിൽഡിംഗ് ഓണർ മാറ്റുന്നില്ല, ആ വീട് ഹോട്ടലാക്കി മാറ്റുന്നത് ആരാണ്? ആ പയ്യനാണ്. അപ്പൊ അവനൊരു 50-55 ലക്ഷം രൂപ ആയപ്പോൾ വർക്ക് നിന്നുപോയി, എല്ലാ എക്യുപ്മെന്റ്സ് അടക്കം. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ആ സമയത്ത് 80-90% വർക്ക് ചെയ്ത സമയത്താണ് വേറൊരു കച്ചവടക്കാരൻ അത് പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ അവർക്ക് തോന്നി അവിടെ ഒരു നല്ലൊരു ഹോട്ടൽ തുടങ്ങാൻ പറ്റും. അവനറിയില്ല, തുടങ്ങിയിട്ടില്ലല്ലോ. ഞാൻ അതിന്റെ ബോസ് ആരാന്ന് കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം ആ ബോസിനോട് ഡിപ്പോസിറ്റ് 30 ലക്ഷം പറഞ്ഞു, വാടക ഇദ്ദേഹം 75 കൊടുക്കുന്ന 1.25 പറഞ്ഞു. അപ്പൊ അവർക്ക് എന്ത് തോന്നി, ആരെ പുറത്താക്കണോ? ഇതാ നമ്മോട് സംവദിക്കുന്നത് നമ്മുടെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം ശ്രീമതി മിനി CK അവർ. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗമാണ്. ഈ മഹതിയെ ഹൃദയപൂർവ്വം സാദരം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അച്യുതേട്ടൻ, അതേപോലെ നമ്മളെ പ്രസിഡന്റ് സാറ്, പിന്നെ ഉദ്ഘാടനം ചെയ്ത ഞാൻ അവിടെ ആരുമില്ല, എല്ലാവർക്കും വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. കൂടുതലൊന്നും പറയാൻ എനിക്കിതുപോലെ തന്നെ ട്രെയിനിന് പോകണമെന്നുള്ളൊരു ടെൻഷനിലാണ്. സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് കേൾക്കാനുള്ള ആഗ്രഹമുണ്ട്. ഇതിന് മുന്നേ എനിക്കൊരു അവസരം ഉണ്ടായിരുന്നു നമ്മൾ പരിപാടിയിൽ വരാൻ വേണ്ടിയിട്ട്, എനിക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അത് വലിയൊരു വിഷമമുണ്ട്. അതിൻ്റെ പേരിൽ മാത്രം ഞാൻ വന്നതാണ്. എന്തായാലും ഇനിയൊരു സദസ്സിൽ, നിറഞ്ഞ സദസ്സിൽ എനിക്ക് സംസാരിക്കാൻ അവസരം തന്നാൽ എനിക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഈ കൂട്ടായ്മയുടെയും അതേപോലെ ഈ കൂട്ടായ്മയിലൂടെ എനിക്കുണ്ടായ ബെനിഫിറ്റുകളും ഒക്കെ എനിക്ക് പങ്കുവയ്ക്കാനുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത് KHRA മാത്രമാണ്. എൻ്റെ എവിടെ പോയാൽ എനിക്ക് താങ്ങും തണലും ഒക്കെ KHRAയാണ്. എൻ്റെ മോളിവിടെ കണ്ണൂരായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോഴൊക്കെ ഞാൻ കണ്ണൂരായി പല ആവശ്യങ്ങൾക്കും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ മെയിനായിട്ടുള്ള ഇവിടുത്തെ ഒരു ചർച്ചാ വിഷയങ്ങളൊക്കെ സുരക്ഷാ പദ്ധതിയാണ്. നമ്മൾ ചെയ്യുന്ന ഒരു കാരുണ്യ പ്രവർത്തനം, ഒരു 100 രൂപ ഒരാൾ മരിച്ചാൽ മാത്രമാണ് കൊടുക്കേണ്ടത്. ആ കാരുണ്യ പ്രവർത്തനം നമ്മൾ ചെയ്യുന്ന ഒരു പുണ്യമാണ്. ഈ കൈപുണ്യത്തിലൂടെ കൂടെയുള്ള ഒരു പുണ്യ പ്രവൃത്തിയാണത്. അത് കൊടുക്കുന്നത് നമ്മുടെ കൂടപ്പിറപ്പാണ്. KHRA എന്നത് നമ്മുടെ ഓരോരുത്തരെയും കൂടപ്പിറപ്പുകൾക്ക് വേണ്ടിയുള്ള ഒരു ധനസഹായമാണ്. എത്ര ലക്ഷങ്ങൾ കൈയുണ്ടായാലും അത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥ വരും. പെട്ടെന്ന് ആ സമയത്ത് നമ്മുടെ കുടുംബത്തിന് സഹായത്തിനെത്താം. ചിലപ്പോൾ നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി അവർ നഷ്ടപ്പെടുത്തിയ കുറേ പൈസകളായിരിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തർക്കും അവർക്ക് കൊടുക്കുന്ന ഒരു സഹായം നിങ്ങളെല്ലാവരും കൂട്ടായി പ്രവർത്തിക്കണം. അച്യുതേട്ടൻ എന്ന് പറയുന്നൊരു വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പലരും എണ്ണപ്പെട്ട ആളുകളുടെ സാറ് തന്നെ പറയുന്നത് കേട്ടു. അവർക്കൊന്നും നമ്മുടെ സംഘടന ഇല്ലെങ്കിലും പല കാര്യങ്ങളും നടന്നു പോകും. ഇപ്പോൾ സാറ് ഇവിടെ വന്ന സമയത്ത്, സ്പീക്കർ ഇവിടെ വന്ന സമയത്ത് അച്യുതേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ബന്ധം മനസ്സിലാക്കാം. ഇവിടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സാറ് തന്നെ ഇടപെടും. അതേ സ്ഥാനത്ത് നമ്മളുടെ ഇടയിലുള്ള ഓരോ എന്നെപ്പോലുള്ള ആളുകൾക്ക്, ചെറിയ ആളുകൾക്ക് സഹായം വേണം. അതൊരു
സംഘടനയ്ക്കേ കഴിയുള്ളൂ. സംഘടനയിൽ ശക്തരായ പല പാർട്ടി പ്രവർത്തകരും പല ഉന്നതന്മാരുള്ള ശക്തരായ ആളുകൾ ഉണ്ടാകും. നമുക്ക് ആ സഹായം, അതേപോലെ തന്നെ എനിക്ക് പറയാം, താഴേക്കടയിലുള്ള ആളുകൾ എപ്പോഴും സംഘടനയെ കൂട്ടുപിടിക്കണം. അവർക്ക് എപ്പോഴും നമ്മളെ സംഘടനയിലെ പല സഹായങ്ങളും കിട്ടും. അതുപോലെ തന്നെയാണ് ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ, അവരുടെ സഹായങ്ങൾ അവർക്ക് എന്തായാലും കഴിയും. പക്ഷെ അവരുടെ സഹായം സംഘടനയിൽ കൂടെ ഓരോ മെമ്പർക്കും ചെയ്യുമ്പോൾ അതും ഒരു പുണ്യപ്രവൃത്തിയാണ്. അപ്പം നമ്മളെല്ലാവരും തിരക്കുള്ള വലിയ ഹോട്ടലുകാരാണ്, അവരങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിക്കുക. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് വേണ്ടി, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി അവർ പ്രവർത്തിക്കുമ്പോൾ അവരെ കൂടെ നിൽക്കുക. അച്ഛൻ പിന്നെ ഓരോ ഷോപ്പിലും ഹോട്ടലിലും കയറി പ്രവർത്തിക്കുന്നതിന് പകരം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഏരിയയിലെ 10 ആളുകളെ കൂട്ടിപ്പിടിക്കുക. ഒരിക്കലും നമ്മൾ ഏത് ഇതിലായാലും അത് ചിന്തിക്കേണ്ട, ഒരു ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ചിന്തിക്കേണ്ട, ഒരുത്തരും നശിച്ചിട്ടാവരുത് നമ്മുടെ ഉറച്ച. തൊട്ടടുത്തവനൊന്നും കിട്ടണ്ട എന്നുള്ള ചിന്തയിൽ ആയിരിക്കരുത്. അപ്പോൾ അവനും വേണം, അങ്ങനെ നമുക്കും ഉണ്ടാവുള്ളൂ. എല്ലാവരും ഒത്തുപിടിച്ചാൽ മാത്രമേ ഈ ഒരു സംഖ്യ നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഞാൻ കൂടുതൽ സംസാരിക്കുന്ന ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, അടുത്തതായിട്ട് നമ്മുടെ സഹോദര സംഘടനയായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആരാധ്യനായ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ശ്രീമാൻ CC വർഗീസ് നമ്മോട് സംവദിക്കുന്നു. അതിനായിട്ട് വർഗീസ് ചേട്ടനെ ക്ഷണിക്കുന്നു. ഈ മഹനീയ ചടങ്ങിന്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ അച്ചുവേട്ടൻ, വേദിയിലിരിക്കുന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സംസ്ഥാന ജില്ലാ യൂണിറ്റ് ഭാരവാഹികളെ, പ്രിയപ്പെട്ട ഹോട്ടൽ കുടുംബാംഗങ്ങളെ, അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള എൻ്റെ മറ്റൊരു സഹോദര സംഘടന സമിതിയുടെ ഇസ്മായിൽ അടക്കമുള്ള നേതാക്കളെ, സുഹൃത്തുക്കളെ, ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി KHRA നടപ്പിൽ വരുത്തിയിട്ടുള്ള സംസ്ഥാന തലത്തിലുള്ള 4 കുടുംബങ്ങൾക്കും അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിനുള്ള ചികിത്സാ സഹായവുമാണ് ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ സ്പീക്കർ ഇവിടെ വിതരണം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ എല്ലാവരും സ്വയം തൊഴിൽ സംരംഭകരാണ്. ഒരു ജോലി ലഭിക്കാതെ വരുമ്പോഴാണ് നമ്മൾ ഇതുപോലെയുള്ള ഓരോ കച്ചവട രംഗത്തിലേക്കും കടന്നു വരുന്നത് എന്ന് നമുക്കറിയാം. എന്റെ സംഘടനയും 2-3 വർഷമായി ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആശ്രയ പദ്ധതി എന്നുള്ള പരിപാടി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നടപ്പിൽ വരുത്തിയിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞങ്ങളുടെ മെമ്പർ കൂടിയാണ് കരീം ഖാൻ. ഞാൻ വിചാരിക്കുന്നു, ജോണിയേട്ടന്റെ ജോമിയോ കുൾബാർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ജോണിയേട്ടന്റെ കുടുംബമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. 5-8 വർഷം ഞാനും അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ 2000 അടക്കം വർക്ക് ചെയ്ത ഒരു കുടുംബമാണ്. ഹോട്ടൽ ആൻഡ് അസോസിയേഷന്റെ ഹോട്ടൽ മെമ്പർമാർ ഞങ്ങളുടെ ആശ്രയ പദ്ധതിയിലും അംഗങ്ങളായിട്ട് പല ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മളെ സഹായിക്കുവാൻ ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വരില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ഉള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഓരോ സംഘടനയും, ഇപ്പൊ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷനും ഇതുപോലെ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മോട് സംവദിക്കുന്നത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ മറ്റൊരു സഹോദര സംഘടനയായ കേരള വ്യാപാരി വ്യവസായ സമിതിയുടെ ആരാധ്യനായ സാരഥി സെക്രട്ടറി ശ്രീമാൻ ഇസ്മായിൽ ടി. അതിനായിട്ട് ഈ മഹത് വ്യക്തിത്വത്തെ ഹൃദയപൂർവ്വം സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം അച്ചോട്ടൻ, നമുക്കൊക്കെ അച്ചോട്ടനാണ്, അത് പ്രത്യേകിച്ച് പറയേണ്ടിയില്ല. അച്ചോട്ടൻ എന്ന് പറഞ്ഞാൽ പിന്നെ തലശ്ശേരിയിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു അച്ചോട്ടനാണ്. അധ്യക്ഷനായ അച്ചോട്ടൻ, ഇവിടെ ഹോട്ടൽ അസോസിയേഷന്റെ ഭാരവാഹികൾ, ഇവിടെ ഈ വളരെ സന്തോഷമുള്ള ഒരു സദസ്സാണ് അല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു മരണാനന്തര സഹായം നൽകുന്നതാണെങ്കിൽ ഇത്തരം ഒരു കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഈ പരിപാടി നിങ്ങളെയൊക്കെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. ഈ ഇതിൽ എന്താ മെമ്പർഷിപ്പ് ചേരാൻ, ഈ ഒരു പദ്ധതിയിൽ ചേരാൻ പലരും വൈമുഖ്യം കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അത് നമ്മുടെ വ്യാപാരി വ്യവസായ സമിതിയിൽ തന്നെ 11,000 പേരാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് നമ്മുടെ വ്യാപാരി മിത്ര എന്ന പദ്ധതിയുടെ പേര്. അതിൽ തന്നെ 8,000-7,000 വരെ കൃത്യമായിട്ട് പണം അടക്കുന്നുള്ളൂ. ഈ പണം ഈ പറഞ്ഞ പോലെ 100 രൂപയാണ് നമ്മൾ ഒരാൾ മരിച്ചാൽ വാങ്ങുന്നത്. പക്ഷെ ഈ ചേരാനും പണം അടക്കാനും എന്തോ ഒരു വിഷമം പോലെ ഓരോ മെമ്പർമാരും ഞാനടക്കമുള്ളവർ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ ചെറിയ പ്രായത്തിൽ ഈ മരണത്തിന്റെ സമയം
സ്പീക്കർ മുതൽ ഇങ്ങോട്ട് എല്ലാവരും പറഞ്ഞു. പക്ഷെ ഞാൻ പെട്ടെന്ന് മരണപ്പെട്ടു പോയാൽ എൻ്റെ കുടുംബത്തിലേക്ക് ഈ പറയുന്ന പോലെ ഒരു വലിയ തുക വരുമ്പോൾ ആ കുടുംബത്തിനുണ്ടാവുന്ന ആശ്വാസത്തെ പറ്റി നമ്മൾ ആലോചിക്കാത്തതുകൊണ്ടാണ്. നമ്മളെല്ലാം പല കച്ചവടക്കാരും ഒരു പലവിധത്തിലുള്ള കടബാധ്യതകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നുണ്ടാവുക. നമ്മളെല്ലാം കച്ചവടക്കാരാണ്, ഞാൻ നിങ്ങളെ ഫീൽഡിലെല്ലാന്നേ ഉള്ളൂ. പല വിധത്തിലുള്ള ബാധ്യതകളും, പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസവും, കുട്ടികളെ കല്യാണം കഴിഞ്ഞ പോലെ, അല്ലെങ്കിൽ ബാങ്കിന്റെ നോട്ടീസൊക്കെ വന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ സ്വർണ്ണമൊക്കെ പണം വെച്ച് ഇങ്ങനെ മറിഞ്ഞു പോകുന്നതാണ്. എല്ലാവരും ഇങ്ങനെ നല്ല ഉപ്പായിട്ട് നടന്നു പോകുന്നുണ്ടെങ്കിലും വലിയ വിഷമത്തോടെ ആയിരിക്കും പോകുന്നുണ്ടാവും. അപ്പൊ നമ്മൾ മരിക്കാൻ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ കൊടുക്കുന്നത് ഒരു മരിച്ച വീട്ടിൽ നമ്മൾ പോകാൻ വേണ്ടി നമുക്കൊരു 100-200 രൂപയുടെ പെട്രോൾ അടിക്കേണ്ടി വരും. പക്ഷെ അദ്ദേഹത്തിന്റെ ആ കുടുംബത്തിന്റെ 100 രൂപ ഇരിക്കട്ടെ എന്ന് നമ്മൾ മനസ്സാ വിചാരിച്ചാൽ ഈ എല്ലാ പദ്ധതിയും, നിങ്ങളെ ഹോട്ടൽ അസോസിയേഷന്റെ ആയാലും ശരി, ഏകോപന സമിതിയുടെ ആയാലും ശരി, വ്യാപാര സമിതിയുടെ ആയാലും ശരി, ഈ പദ്ധതി വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എല്ലാവരും ഞാനിപ്പോൾ ഓരോരുത്തരോടും നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ സഹോദരന്മാരോട് പറയുകയാണ്, ഈ പദ്ധതിയിൽ നിങ്ങളുടേതായാലും എല്ലാ കച്ചവടക്കാരുടെയും ഇത്തരം പദ്ധതികളിൽ ഞങ്ങൾ എല്ലാ നിങ്ങളടക്കം ഞാനടക്കമുള്ള എല്ലാ കച്ചവടക്കാരും ഏതൊരു ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് നമ്മൾ. 10, 12, 13 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് വ്യാപാരികൾ. അത് ഏത് വിഭാഗത്തിലായിക്കോട്ടെ. അപ്പൊ നമ്മളെ സംരക്ഷിക്കാൻ നമ്മളെ ഉണ്ടാവുള്ളൂ. മറ്റ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പിരിഞ്ഞു പോകുമ്പോൾ, സർക്കാർ ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ട്, ഞാനൊരു ബാങ്കിന്റെ ഡയറക്ടറായിരുന്നു. ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് പിരിയുമ്പോൾ വലിയ തുകയാണ് അവർക്ക് പിരിഞ്ഞു പോകുമ്പോൾ കിട്ടുന്നത്. നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ ആരാ നമുക്കൊരു പൈസ തരുന്നത്? ഒരു പൈസ തരുന്നില്ല. അപ്പൊ നമ്മള് സംരക്ഷിക്കാൻ നമ്മുടെ സംഘടനകളുടെ ഇത്തരം പരിപാടി, ഈ കാരുണ്യ പദ്ധതികൾ, എല്ലാ വ്യാപാരികളുടെയും വ്യാപാര പദ്ധതികളിൽ നമ്മളെല്ലാവരും പങ്കുചേരുക, നമ്മളെല്ലാവരും പദ്ധതി വിജയിപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നല്ല പ്രവൃത്തിക്ക് എല്ലാവിധ ആശംസകളും നേർന്നു. ജയിക്കട്ടെ, ജയിക്കും. നമ്മോട് സംവദിക്കുവാനായിട്ട് ശ്രീമാൻ ഷനോജ് റഹ്മാൻ, സ്റ്റേറ്റ് സെക്രട്ടറി, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, ഈ മഹത് വ്യക്തിത്വത്തെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ഇപ്പോൾ പാലക്കാട് കഴിഞ്ഞ മാസം 50 ലക്ഷം രൂപ കൊടുത്തു സംഘടന. 5 പേര് മരണപ്പെട്ടു. അത് പാലക്കാട് ടൗണിന്റെ ഉള്ളിൽ തന്നെയാണ്. 4 പേര് ടൗണിന്റെ ഉള്ളിൽ, ഒരാൾ ടൗണിന്റെ പുറത്തു ഉള്ള ആളാണ് മരണപ്പെട്ടത്. ഞങ്ങൾ പാലക്കാട് ജില്ല മൊത്തം 1400 ആൾക്കാരെ ചേർത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ട തുക 37 ആളെന്തോ അന്ന് മരണപ്പെട്ടത്, 36 38 ലക്ഷം രൂപയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ മൊത്തം എല്ലാവരും കൊടുക്കേണ്ടത്. ഞങ്ങൾ എത്ര മുഴുവൻ ആളുകൾ ചേർത്ത് 100 അന്നത്തെ ആ 3600 രൂപ എന്താ കൊടുക്കാനുള്ളത്. അങ്ങനെ കണക്കൂട്ടുമ്പോൾ 37 ലക്ഷത്തി ചില്ലാ രൂപ കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടതുള്ളൂ. പക്ഷെ സംഘടന അതിന്റെ ഉള്ളിൽ തന്നെ നമ്മളെ കോൺട്രിബ്യൂഷൻ ആകെ അവിടെ ചെന്നിട്ടുള്ളത് 16 ലക്ഷം എന്താണ്. ഈ 16 ലക്ഷം രൂപ 38-ൽ 16 ലക്ഷം രൂപ അവിടെ എത്തിയ ആ സമയത്ത് തന്നെ 50 ലക്ഷം രൂപ സംഘടന കൊടുത്തിരിക്കുകയാണ്. ബാക്കി എവിടുന്ന? ബാക്കി നമ്മള് മറ്റുള്ള ജില്ലക്കാരെ കൊടുക്കുന്ന കോൺട്രിബ്യൂഷനും സംഘടന കയ്യിൽ നിന്ന് ചേർത്തിരുന്ന് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഏകദേശം 4 കോടിന്റെ മുകളിൽ 4 കോടി 10 ലക്ഷം രൂപയോളം സംഘടന കൊടുക്കേണ്ട ഒരു രീതിയിലാണുള്ളത്. 2 കോടിന്റെ മുകളിൽ കൊടുത്തു കഴിഞ്ഞു. കോൺട്രിബ്യൂഷൻ വരേണ്ടത് 4 കോടി കോൺട്രിബ്യൂഷൻ വരുന്ന ആകെ നമ്മളെ സംസ്ഥാന ഒട്ടുക്ക് കോൺട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് 1,90 ലക്ഷം രൂപയാണ്. ബാക്കി കോൺട്രിബ്യൂഷൻ ഇനി വരാൻ കിടക്കുകയാണ്. അപ്പോ നമ്മൾ യൂണിറ്റ് തലത്തിലും ജില്ലാ തലത്തിലും യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറിമാരെയും എല്ലാവരെയും വിളിച്ച് ദൈനംദിനമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ഓരോരുത്തരുടെ ഫോൺ എടുക്കാത്തൊരു സ്ഥിതിയിലേക്ക് വരെ ഇത് മാറിക്കഴിഞ്ഞു. KHRയാണോ കോൺട്രിബ്യൂഷൻ അടക്കാൻ പറ്റിയായിരിക്കും. ഇത് എന്തിനാ നമ്മളത് ചെയ്യിക്കുന്നത്? നമ്മൾ എന്തിനാ അത് ചെയ്യുന്നത്? നമ്മൾ ഇത്രയും നമുക്കിതിൽ സംഘടനക്കോ അല്ലെങ്കിൽ ഇതിൽ നിൽക്കുന്ന ഇതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കോ ഇതിൽ നിന്ന് കമ്മീഷനോ അല്ലെങ്കിൽ 10 പൈസയോ ലഭിച്ചിട്ടല്ല. സംഘടന ഒരു പദ്ധതി കൊണ്ടുവന്നു. അത് വിജയിപ്പിക്കാൻ വേണ്ടി സംഘടനയുടെ മുൻനിരയിലുള്ള നേതാക്കന്മാരും അടിത്തട്ട് വരെയുള്ള എല്ലാവരും ശ്രമിക്കും. അവര് ശ്രമിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ നിരന്തരമായി ഈ നാസർ ഖാനെ കാണുന്നത്. മടവൂർ ചാർജ് നാസർ ഖാനാണ് ഇവിടുത്തെ സുരക്ഷാ പദ്ധതിന്റെ. അദ്ദേഹം എല്ലാ യൂണിറ്റുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. എനിക്കിവിടെ കണ്ണൂരിന്റെ ചാർജാണ്. സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് കണ്ണൂർ ജില്ലേന്റെ ചാർജാണ് എനിക്ക് തന്നില്ല. ഞാൻ മലപ്പുറത്തായിരുന്നു. മലപ്പുറം ഏകദേശം ഒക്കെ വൃത്തിയാക്കി നന്നാക്കിയപ്പോ സംസ്ഥാന കമ്മിറ്റി വന്നിട്ട് കണ്ണൂർ പോകണം, കണ്ണൂർ കുറച്ച് താപ്പാനകളുണ്ട്, ഒന്ന് മെരിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ വന്നു നോക്കുമ്പോഴല്ലേ അറിയണത്, അയ്യോ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത്. അച്ചുവേട്ടനും നമ്മളെ സംസ്ഥാന മുൻ സെക്രട്ടറി, ഇപ്പൊ പ്രസിഡന്റ്, പിന്നെ നാസർ ഖാ, മറ്റുള്ള എല്ലാ പ്രവർത്തകരും, ഭൂപേഷ് ഏട്ടൻ, അറിവിന്റെ നിറകൊടാണ് ഈ ഇരിക്കുന്നത്, സുമേഷ് ഏട്ടൻ, അപ്പൊ മറ്റുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർമാർ, ഇവരൊക്കെ അവിടെ വന്നിട്ട് സംസ്ഥാനത്ത് ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും അവിടെ ചിലപ്പോൾ മറുപടി പോലും ഉണ്ടാവില്ല.
അത്രയും സംഘടനയെ പറ്റി പഠിച്ച് വൃത്തിയായി നടത്തി കൊണ്ടുപോകുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. പക്ഷെ സംഘടന എന്ന് പറയട്ടെ, 10-16 യൂണിറ്റുള്ള കണ്ണൂർ ജില്ലയിൽ 6-7 യൂണിറ്റുകൾ മാത്രമേ, ഇപ്പൊ എന്റെ ജില്ല 18 യൂണിറ്റാണ്, അതിൽ 12 യൂണിറ്റോടെ സജീവമായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പൊ നമ്മളെ കച്ചവട രീതിയല്ല. 1964 ഉണ്ടായ നമ്മളെ സംഘടന എല്ലാ സംഘടനക്കും മുൻപേ ഉണ്ടായതാണ് നമ്മളെ സംഘടന. ആ സംഘടന നമ്മൾ പ്രവർത്തന രീതിയിൽ കുറച്ച് മാന്യം വരാൻ കാരണം നമ്മളെ തൊഴിൽ അങ്ങനെയാണ്. 18 മണിക്കൂർ 19 മണിക്കൂറാണ് നമ്മൾ തൊഴിൽ. രാവിലെ 5 മണിക്ക് തുറക്കണമെങ്കിൽ 3:30-4 മണിക്ക് വരണം. രാത്രി 12:30 മണിക്ക് എന്റെ കട ഇറക്കുക. ഞാൻ പോകുമ്പോൾ 1:15 ആവും. ഈ പോയി ഉറങ്ങുന്ന ഞാൻ രാവിലെ 6:15 വരികയും ചെയ്യും. ഉച്ചക്കാണ് ഉറക്കം, ഈ സമയത്താണ് ഉറക്കം. 3 മണിയിൽ അതിന് മീറ്റിംഗിൽ വിളിച്ച് കൊണ്ടുപോയി ആരെങ്കിലും. അപ്പൊ അത്തരത്തിൽ പോലും നമ്മൾ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് കച്ചവടം നോക്കണം, കുടുംബം നോക്കണം, സംഘടന നോക്കണം. അതിലുള്ള ഒരു സംഘടനാ പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ജില്ലാ സെക്രട്ടറി ആയിരിക്കല്ല, സംസ്ഥാന നേതാവായിരിക്കും എന്ന് പറഞ്ഞാൽ വലിയ സുഖമുള്ള പരിപാടിയൊന്നുമല്ല. ഓരോരുത്തരും വിളിച്ചുകൊണ്ടിരിക്കും. അതെന്താ എങ്ങനെ, ഇതെന്താ എങ്ങനെ, മറ്റേന്തെങ്ങനെ. ഇപ്പൊ പുതിയ നിയമങ്ങൾ വരാം. ഈ ഒരു സന്ദർഭത്തിൽ പറയണ്ടല്ലോ, പക്ഷെ ഹോട്ടലുകാരാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആളുകളും കുടുംബക്കാരും ഒക്കെ. അപ്പൊ കുടുംബം അറിയണമല്ലോ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്. ഗ്രേഡിംഗ് സംവിധാനം, പുതിയ തരത്തിൽ ഗ്രേഡിംഗ് സംവിധാനം വരാൻ നിങ്ങൾ എല്ലാവരും അതിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവും. യൂണിറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലൊക്കെ ഞാൻ അതിനെപ്പറ്റി ഓർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രേഡിംഗ് സംവിധാനം ഗവൺമെന്റ് കൊണ്ടുവരണം എന്ന് പറഞ്ഞ ചർച്ചയ്ക്ക് നമ്മൾ വിളിച്ചു. അതായത് സിവിൽ സപ്ലൈ വകുപ്പ് ഉദ്യോഗസ്ഥർ, അതായത് റൂറൽ ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഒരു വിഭാഗം, ഒരു ലൈസൻസ് കൂടി, പുതിയ ലൈസൻസ് സംവിധാനം കൂടി ഹോട്ടൽസിൽ കൊണ്ടുവരാൻ പോവാണ്. വില നിശ്ചയിക്കണമെങ്കിൽ നമ്മൾ അവരോട് പോയി മുൻകൂർ സംസാരിച്ച് നമ്മളെ മെനു കാർഡ് കൊടുത്ത്, സിവിൽ സപ്ലൈ ഓഫീസിൽ നമ്മളെ മെനു കാർഡ് കൊടുത്ത് സീൽ ചെയ്ത് വരേണ്ട ഒരു സംവിധാനത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ശക്തമായ സംഘടന എതിർക്കുന്നുണ്ട്. അതിന്റെ സമരങ്ങളിലേക്കും മറ്റുള്ള എല്ലാം പോകണമെങ്കിൽ യൂണിറ്റ് ശക്തമാവണം. യൂണിറ്റ് ശക്തമായാലേ ജില്ല ശക്താവുള്ളൂ. ജില്ല ശക്തമായാലേ സംസ്ഥാനത്ത് നമുക്കെന്ന് നേടിയെടുക്കാൻ പറ്റൂ. സംസ്ഥാന നേതാക്കളും സംസ്ഥാന കമ്മിറ്റിയൊക്കെ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും. അതുകൊണ്ടാണല്ലോ ഈ ചെറിയ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ട് പോലും ഈ 40 ലക്ഷം രൂപ നമുക്ക് ഇപ്പോ കൊടുക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ സാധിക്കില്ലല്ലോ. അപ്പൊ ഈ സംവിധാനം ഇതൊരു താൽക്കാലിക സത്യം. നമ്മൾ ഒരു ജില്ലാ സമ്മേളനം നടക്കുകയാണെങ്കിൽ അതിന്റെ ഒരു 2 മാസം മുമ്പേ, അല്ലെങ്കിൽ അതിന് ശേഷം ഒരു 10 ദിവസം നമുക്ക് അപ്പളേ വർക്ക് ഉണ്ടാവുള്ളൂ. നമുക്ക് ജോലി വരെ ആ സമയത്തുണ്ടാവും. സംസ്ഥാന സമ്മേളനം നടക്കുകയാണെങ്കിൽ ഒരു 2 മാസം മുമ്പേ, അത് കഴിഞ്ഞ ഒരു 10-15 ദിവസം അതിന്റെ ചെലവുകളും മറ്റുള്ളതൊക്കെ നിയന്ത്രിക്കാനോ ആ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത് KHR എത്ര കാലം ഉണ്ടോ, അല്ലെങ്കിൽ സുരക്ഷാ പദ്ധതി എത്ര കാലം ഉണ്ടോ അത്ര കാലമായിരിക്കും KHRന്റെ ആ ഇതിൽ നിന്നുള്ള നിങ്ങളെ ഓരോരുത്തരും മനസ്സിലാക്കണം. കാരണം ഇത്രയും വലിയൊരു പദ്ധതി കൊണ്ടുവന്ന് ആ പദ്ധതി നമ്മൾ മുഖാന്തരം അതൊരു മോശത്തിലേക്ക് പോകാൻ പാടില്ല. നമ്മൾ അടക്കേണ്ട 100 രൂപ കോൺട്രിബ്യൂഷൻ നമ്മളത് കൃത്യമായി അടച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ സംഘടന നമ്മളത് കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാൻ ബാധ്യസ്ഥരായിരിക്കും. കാരണം ഓരോ യൂണിറ്റിലും ജില്ലയിലും ചേർത്തിരിക്കുന്നത് നമ്മളെ മുഖങ്ങിട്ടുണ്ടാണ് അവർ ചേർന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന് ബാധ്യസ്ഥരാണ്. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് നിയമപരമായി നമ്മൾ പൈസ കൊടുക്കാൻ, അവർ കൃത്യമായി കോൺട്രിബ്യൂഷൻ അടച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പൊ കൂടുതലായി നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ കോൺട്രിബ്യൂഷൻ കൃത്യമായി അടക്കുക. 2500 രൂപ അടച്ച് 2500 രൂപ ഇനി അടക്കാനുള്ളവരുണ്ടെങ്കിൽ അവർ കൃത്യമായി അത് അടക്കുക. പിന്നെ എല്ലാവരും ഇതില് ചേർന്ന ആളുണ്ടാവും, ചേരാത്ത ആളുകളുണ്ടാവും. നമ്മൾ അടുത്ത കടയിലുള്ള ആൾ ചേർന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നിങ്ങൾ അതിൽ ചേർന്നെന്ന് പറഞ്ഞ് അവരെയും കൂടി ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. കാരണം നമുക്കിപ്പോ 41 ആൾ നഷ്ടമായി. ആ 41 ആൾ കോൺട്രിബ്യൂഷൻ ഇനി വരില്ല, അവർ മരണപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ അതിന് പകരം നമ്മൾ 41 പകരം നമ്മൾ 100 ആളെ ചേർക്കണം. അപ്പോഴാണ് ഇത് പെട്ടെന്ന് വിജയിച്ച്. കാരണം ഇത് സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷമുള്ള മുഹൂർത്തമാണ് സംഘടനാ പ്രവർത്തനം നൽകിയത്. പക്ഷെ വ്യക്തിപരമായി സങ്കടം ഉള്ള സമയമാണ്. കാരണം ഒരാൾ മരണപ്പെട്ടതിന് ശേഷം നമ്മൾ 10 ലക്ഷം രൂപ കൊടുക്കുന്നത്. കോട്ടയത്തൊക്കെ കരഞ്ഞുപോയി, കോട്ടയത്തും കാസർഗോഡും. ഇപ്പൊ ഇന്നിവിടെ ഒരു സ്ത്രീ ആ പൈസ വാങ്ങുമ്പോൾ കരയുന്നത് ഞാൻ കണ്ടു. അപ്പൊ അതുകൊണ്ട് ഈ 10 ലക്ഷം എന്ന് പറഞ്ഞ ഒരു വലിയ സംഖ്യയാണ്. സാധാരണക്കാരനായ ഹോട്ടലുകാരന് ഇതൊരു വലിയ സംഖ്യ. 10,000, 15,000, 20,000 കച്ചവടം ചെയ്യുന്ന ഒരു ഹോട്ടലുകാരന് 10 ലക്ഷം റുപ്യ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യയാണ്. അപ്പൊ കോട്ടയത്തൊക്കെ ആ സ്ത്രീ കഴിഞ്ഞപ്പോ പരിപാടി കഴിഞ്ഞപ്പോ ഞാൻ അവരെ കഥ കേട്ടിട്ട് ഞാൻ കരഞ്ഞുപോയി. അത്രയും നല്ലൊരു കാര്യമാണ് സംഘടന ചെയ്തു വരുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും ബൃഹത്തായ സപ്പോർട്ട് ഇതിന് ഇനിയും വേണമെന്ന് നിങ്ങളോടെല്ലാം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എനിക്ക് സന്ദർഭവും സമയവും എല്ലാം തന്ന ജില്ലാ കമ്മിറ്റിക്കും തലശ്ശേരി യൂണിറ്റ് കമ്മിറ്റിക്കും നന്ദി പറയുന്നു. സ്പീക്കർ ശംസുർ അവരുടെ ഞാൻ എൻ്റെ പേരിലും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.